ഹരിയും. ഇന്ന് നമ്മൾ ഭഗവാൻ പരമശിവനെ പൂജിക്കാൻ പോവുകയാണ്. ബാഹ്യമായിട്ടല്ല, ആന്തരികമായിട്ടാണ് നമ്മൾ പൂജ നടത്താൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആശ്രയിക്കാൻ പോകുന്നത് ശിവമാനസ പൂജാ സ്തോത്രം എന്ന കൃതിയെയാണ്. ഇത് രചിച്ചിട്ടുള്ളത് ആചാര്യസ്വാമികളാണ്, അതായത് ശ്രീമദ് ആദിശങ്കരാചാര്യ ഭഗവത് പാദർ. പരമശിവന്റെ അവതാര പുരുഷൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ആ മഹാപുരുഷനാണ് നമുക്ക് ഈ സ്തോത്രം തന്നിട്ടുള്ളത്. അകത്ത് സങ്കല്പശക്തി കൊണ്ട് ഭഗവാൻ പരമശിവനെ എങ്ങനെ ആരാധിക്കാം എന്നതിനുള്ള ഒരു രൂപരേഖയാണ് അദ്ദേഹം ഇതിൽ വരച്ചു കാട്ടുന്നത്. 5 ശ്ലോകങ്ങളെയുള്ളൂ, ലളിതമായ വരികളാണ്. ആർക്കും എളുപ്പം ഗ്രഹിക്കാവുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പൂജയ്ക്കും പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. എന്നിരുന്നാലും നമ്മുടെ മനസ്സിൽ ഒരു സംശയം ഉദിക്കാം. പുറമേ ചെയ്യുന്ന ക്രിയയുടെ അത്രയും മഹിമ അകത്തുള്ള ക്രിയയ്ക്ക് ലഭിക്കുമോ? കാരണം പുറമേ ചെയ്യണമെങ്കിൽ അവിടെ ഒരുപാട് സാമഗ്രികളുണ്ട്, അവിടെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ അതിനല്ലേ കൂടുതൽ പ്രസക്തി ഉണ്ടാവുക. ആന്തരികമായി അത് ചെയ്താൽ അത് തുല്യമാകുമോ എന്നൊരു സംശയം നമുക്കുണ്ടാവാം. ആ സംശയം ദൂരീകരിക്കാനായിട്ട് നമുക്ക് പണ്ട് നടന്ന ഒരു സംഭവത്തെ ശ്രവിക്കാം. പല്ലവ വംശത്തിൽ ഒരു രാജാവുണ്ടായിരുന്നു. കടവർകോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പരമ ശിവഭക്തനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ചെയ്തിരുന്ന എല്ലാ പ്രവൃത്തിയും ശിവാർപ്പണമായിട്ടാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മമെല്ലാം കൃത്യമായിരുന്നു, വ്യക്തമായിരുന്നു. രാജ്യത്തിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടായി. എല്ലാവരും സുഖമായിട്ട് വസിച്ചു. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഖജനാവെല്ലാം നിറഞ്ഞ് കവിഞ്ഞു. അപ്പം ഇതെല്ലാം കണ്ട സമയത്ത് രാജാവിന് വളരെയധികം സന്തോഷമായി. ഇതെല്ലാം ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹമാണെന്നും അദ്ദേഹം ധരിച്ചു. അപ്പം ഈ ഒരു വിചാരമുള്ളത് കൊണ്ട് ഭഗവാനോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടതാണ് എന്ന ഒരു ചിന്ത ഒരു ദിവസം അദ്ദേഹത്തെ പിടിച്ചു. അപ്പോൾ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, ഭഗവാന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഭഗവാന് ഇരിക്കാനായിക്കൊണ്ട് നല്ല ഒരു ആലയം ഞാൻ ഇവിടെ നിർമ്മിക്കണം, അതായത് ഒരു ക്ഷേത്രം ഞാൻ നിർമ്മിക്കണം. അങ്ങനെ നിർമ്മിക്കുകയാണെങ്കിൽ അതിലൂടെ ഭഗവാന്റെ മഹിമ എല്ലാവരും അറിയുകയും ചെയ്യും. എനിക്ക് അദ്ദേഹത്തോടുള്ള കൃതജ്ഞതയും എല്ലാവരും അറിയും. അപ്പോൾ അവർക്കും ഭഗവാനോട് ഭക്തി ഉണ്ടാവും. അതുകൊണ്ടൊരു ക്ഷേത്രം നിർമ്മിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയുമുണ്ട്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സഭ വിളിച്ചു, മന്ത്രിമാരോട് കൂടി ആലോചിച്ചു. കാരണം ധർമ്മിഷ്ഠനായ രാജാവാണ്, അതുകൊണ്ട് തന്നെ തന്നിഷ്ടമായിട്ട് അദ്ദേഹം ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ മന്ത്രിമാരെ എല്ലാം വിളിച്ച് തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയമുണ്ടെന്ന് അവരോട് പറഞ്ഞു. മന്ത്രിമാർ കൂടിയാലോചിച്ചു. അവർക്കെല്ലാം അത് ശരിയാണെന്ന് തോന്നി. അവർ രാജാവിനോട് യോജിച്ചു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്കിങ്ങനൊരു ക്ഷേത്രം നിർമ്മിക്കാൻ പറ്റും, അത് നമുക്ക് അധിക ബാധ്യതയാവുകയില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നിർമ്മിക്കാം എന്ന നിർദ്ദേശം അവർ നൽകി. രാജാവിന് സന്തോഷമായി. ഒരുക്കം തുടങ്ങാനായിട്ട് അദ്ദേഹം ആൾക്കാരെ നിയോഗിച്ചു. അങ്ങനെ ശില്പികളെ തുടങ്ങിയിട്ടുള്ള കേമന്മാരെയൊക്കെ ദൂരദേശത്തു നിന്നൊക്കെ വിളിച്ചു കൊണ്ടുവന്നു. ക്ഷേത്രത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കി. എന്തൊക്കെ വേണം എന്ന കാര്യത്തിൽ വ്യക്തമായ ചർച്ചകൾ മഹർഷിമാരോടൊക്കെ നടത്തി. ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്കായി എന്തെല്ലാം അവിടെ ഉണ്ടാവണം എന്നെല്ലാം ഗ്രഹിച്ചുകൊണ്ട് വളരെ വ്യക്തമായ ഒരു രൂപരേഖയോടുകൂടി ക്ഷേത്ര നിർമ്മിതി ആരംഭിച്ചു. അതിഗംഭീരമായ ഒരു നിർമ്മിതിയായിരുന്നു അത്. ഒരുപാട് തൂണുകളൊക്കെയുള്ള, ഒരുപാട് കൊത്തുപണികളുള്ള, കണ്ടാൽ ആരും അനങ്ങാതെ നിന്നു പോകുന്ന മഹിമാവോടൊത്തിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലതാമസമെടുത്തു, കുറേ വർഷം പിടിച്ചു അത് പണിത് തീർക്കാൻ. പക്ഷെ വളരെ ഗംഭീരമായി തന്നെ, മംഗളമായി തന്നെ ആ നിർമ്മിതി പൂർത്തിയായി. ക്ഷേത്രം പരിപൂർണമായി കഴിഞ്ഞപ്പോൾ അവിടെ പ്രതിഷ്ഠ നടത്താനുള്ള തീരുമാനത്തിലെത്തി. എല്ലാവരും ജ്യോതിഷന്മാരെ വിളിച്ചു വരുത്തി നല്ല ഒരു മുഹൂർത്തം ഗണിച്ചു. ആ ദിവസം പ്രതിഷ്ഠ നടത്താമെന്ന് എല്ലാവരും തീരുമാനിച്ചു. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താൻ രാജാവ് ഭടന്മാരെ നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ ആ മുഹൂർത്തത്തിൻ്റെ ദിവസം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഭഗവാൻ പരമശിവൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. സാക്ഷാത് മഹാദേവൻ ഇതാ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുവെന്ന് പറഞ്ഞ് സാഷ്ടാംഗം വീണ് പ്രണമിച്ചു.
ഭഗവാൻ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഭഗവാന്റെ കൈ പിടിച്ചുകൊണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ നോക്കി ശിവ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റൊന്നും പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ശിവൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമാകുന്നതുവരെ ആ കൈയിങ്ങനെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സൊക്കെ ശാന്തമായി, കേൾക്കാനുള്ള പാകത അദ്ദേഹത്തിനുണ്ടായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു, നിന്റെ ക്ഷേത്രമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നീ അവിടെ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച ദിവസവും നല്ല ദിവസം തന്നെയാണ്. പക്ഷെ അന്നേ ദിവസം മറ്റൊരു മഹാക്ഷേത്രം പണിയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നുണ്ട്. അവിടേക്ക് ചെല്ലാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അന്നേ ദിവസം ഇവിടെ വരാൻ എനിക്ക് സാധിക്കില്ല. നീ മറ്റൊരു ദിവസത്തേക്ക് ഇത് മാറ്റുക. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ആശ്ചര്യമായി. എവിടെയാണ് മഹാദേവ പ്രതിഷ്ഠ നടക്കുന്നത്? എവിടെയാണ് ഈ മഹാക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്? ആരാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്? ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് മഹാദേവനോട് ചോദിച്ചു. മഹാദേവൻ പറഞ്ഞു, തിരുനിൻട്രാവൂർ എന്നു പേരുള്ള സ്ഥലത്ത് പൂസലാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ക്ഷേത്രത്തിൽ ചെന്ന് അനുഗ്രഹിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഭഗവാൻ അന്തർധാനം ചെയ്തു. ഇദ്ദേഹം ഉണർന്നപ്പോൾ മനസ്സിൽ മുഴുവൻ ശിവന്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു നിന്നു. കുറേ നേരം ശിവനെ തന്നെ ധ്യാനിച്ച് അദ്ദേഹം ആ കട്ടിലിൽ തന്നെ ഇരുന്നു. പിന്നെ പതുക്കെ എണീറ്റു പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, ആരാണ് ഈ പൂസലാർ? ഇവിടെയാണ് അദ്ദേഹം ഈ മഹാക്ഷേത്രം പണിതിട്ടുള്ളത്. അദ്ദേഹത്തിന് ദുഃഖമല്ല തോന്നിയത്, പകരം സന്തോഷമാണ് അദ്ദേഹത്തിന് തോന്നിയത്. കാരണം ശിവഭക്തനാണ്. അപ്പോൾ തന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു ശിവഭക്തൻ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനുള്ള ആകാംക്ഷയാണ് രാജാവിനുണ്ടായത്. തൻ്റെ നിർമ്മിതിയേക്കാൾ കേമത്വം ആ നിർമ്മിതിക്ക് ഉണ്ടായത് കൊണ്ടാണല്ലോ ഭഗവാൻ ആദ്യം അവിടെ ചെല്ലാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും മഹത്തായ, കാരണം തൻ്റെ നിർമ്മിതി തന്നെ വളരെ കേമമായ നിർമ്മിതിയാണ്. അപ്പോൾ ഇതിൻ്റെ മാഹാത്മ്യത്തെ പോലും അതിക്രമിച്ച് നിൽക്കുന്ന ഭംഗിയുള്ള ശ്രേഷ്ഠതയുള്ള ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണം എന്ന വിചാരം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ഈ ഒരു ചിന്തയോടുകൂടി പൂസലാറിനെയും മഹാദേവനെയും അദ്ദേഹത്തിൻ്റെ ആ ദിവ്യമായ അമ്പലത്തെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ആ രാത്രി ആ മുറിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് കഴിച്ചുകൂട്ടി. പ്രഭാതമായപ്പോൾ ഉടനെ തന്നെ സഭ വിളിച്ചു മന്ത്രിമാരെയെല്ലാം വരുത്തി താൻ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അവരാരും പൂസലാർ എന്ന വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ചും കേട്ടിട്ടില്ല. ചാരന്മാരാരും അങ്ങനെ ഒരു വൃത്തം പറഞ്ഞിട്ടായതും അവരറിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും സ്ഥലം മഹാദേവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകാം എന്ന് കരുതി തിരുനിൻട്രാവൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് രാജാവ് സൈന്യത്തെയും കൂട്ടി ചെന്നു. രാജാവിന് ആളെ അയച്ച് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ആ ആകാംക്ഷ അടക്കാൻ പറ്റുന്നില്ല. മഹാദേവന്റെ ആ മഹത്തായ നിർമ്മിതി കാണണമെന്നും അദ്ദേഹത്തിൻ്റെ പരമഭക്തനെ കാണണമെന്നും ഒക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം പോയി. രഥത്തിലാണ് പോയത്. തിരുനിൻട്രാവൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെയുള്ള ആൾക്കാരൊക്കെ ഓടി വന്നു, മഹാരാജാവ് വന്നിട്ടുണ്ടെന്നറിഞ്ഞ് അദ്ദേഹത്തെ അവർ പ്രണമിച്ചു. രാജാവ് രഥത്തിൽ നിന്നിറങ്ങി അവിടെയുള്ള എല്ലാവരെയും പ്രണമിച്ചു. വരിഷ്ഠരായ ആൾക്കാരുടെയൊക്കെ അനുഗ്രഹം വാങ്ങി. എന്നിട്ട് അവരോട് വന്ന കാര്യം പറഞ്ഞു. അപ്പം അവരെല്ലാവരും പറഞ്ഞു, പൂസലാറിനെ ഞങ്ങൾക്കൊക്കെ അറിയാം, അദ്ദേഹം ഇവിടുത്തെ ഒരു പൂജാരിയാണ്, ശ്രേഷ്ഠനായ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഒരു അമ്പലമൊന്നും പണിതതായിട്ട് ഞങ്ങൾ അറിയുന്നില്ല. അങ്ങ് പറയുന്ന പോലത്തെ ഒരു അമ്പലം ഞങ്ങളുടെ നാട്ടിലെവിടെയും ഇല്ല. അപ്പം രാജാവിന് വളരെ ആശ്ചര്യമായി. ശരി, എങ്കിൽ എനിക്ക് ഈ പൂസലാറിൻ്റെ വീടൊന്ന് കാണിച്ചു തരും, ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കൊണ്ടുപോയി. അങ്ങനെ പൂസലാറിൻ്റെ വീട്ടിലേക്ക് ചെന്നു. പൂസലാർ ആകെ ആശ്ചര്യപ്പെട്ടു. കാരണം വലിയ ഒരു ജനക്കൂട്ടമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആ നാട്ടുകാരുണ്ട്, രാജാവിൻ്റെ ആൾക്കാരുണ്ട്, പിന്നെ സാക്ഷാത് മഹാരാജാവുമുണ്ട്. അപ്പം അദ്ദേഹത്തിന് വളരെ ആശ്ചര്യം തോന്നി, സന്തോഷം തോന്നി. രാജാവിനെ നമസ്കരിച്ചു. അദ്ദേഹത്തിന് ഇരിക്കാനായിട്ടൊരു പീഠം കൊടുത്തു. രാജാവ് അദ്ദേഹത്തെയും നമസ്കരിച്ചു, കാരണം പരമഭക്തനാണെന്ന് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം കൊടുത്ത പീഠത്തിലിരുന്നു. അപ്പോൾ ചെറിയ ഒരു വീടാണ്, വളരെ ദരിദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. വലിയ സമ്പത്തൊന്നും അവിടെ കണ്ടില്ല. അപ്പോൾ രാജാവ് അതൊക്കെ നോക്കിയതിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ എൻ്റെ നാട്ടിൽ ഞാനൊരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തം ഗണിച്ചപ്പോൾ ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത് അങ്ങയുടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം എന്നാണ്. അപ്പോൾ ആ ക്ഷേത്രം എവിടെയാണ്, എങ്ങനെയാണ് അങ്ങ് ഇത് നിർമ്മിച്ചത്? കാരണം അങ്ങയുടെ സാഹചര്യം കാണുമ്പോൾ അങ്ങയ്ക്ക് നല്ല രീതിയിൽ ഒരു നിർമ്മാണം നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നിട്ടും അങ്ങ് ഇത്രയും ഗംഭീരമായ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ്, അതെനിക്കൊന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പൂസലാറിൻ്റെ കണ്ണിൽ അശ്രു ധാരധാരയായി ഒഴുകി. കുറേ നേരം അദ്ദേഹത്തിനൊന്നും മിണ്ടാൻ പറ്റിയില്ല. മൗനത്തിൽ ഇങ്ങനെ ഇരുന്നു.
അത് കഴിഞ്ഞ് മഹാദേവന്റെ ആ മഹിമയോർത്ത് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ച് ഭഗവാനെ ഒന്ന് നമസ്കരിച്ചു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞ ആ മഹാക്ഷേത്രം പുറത്തെവിടെയുമല്ല, എൻ്റെ ഹൃദയത്തിലാണെന്ന്. രാജാവിന് വല്ലാത്ത ആശ്ചര്യമായി. ഹൃദയത്തിലോ? എങ്ങനെയാണ് അങ്ങത് നിർമ്മിച്ചത്? അതിനെക്കുറിച്ച് എനിക്ക് വിശദമായി പറഞ്ഞു തന്നാലും, ഞാനതറിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് വളരെ വിനയത്തോടെയും ഭക്തിയോടെയും രാജാവ് ചോദിച്ചു. ഇപ്പോൾ പൂസലാർ പറഞ്ഞു, ഞാൻ സാമ്പത്തികമായി അധികം മേന്മയൊന്നുമില്ലാത്തവനാണ്. എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് മഹാദേവന് വേണ്ടി ഒരു അമ്പലം പണിയണമെന്ന്. ഏറ്റവും ഗംഭീരമായ അമ്പലം തന്നെ ആയിരിക്കണം അത് എന്നും ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ സാമ്പത്തികമായ ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആഗ്രഹം നീട്ടിവെച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എൻ്റെ ഹൃദയത്തിൽ തന്നെ, കാരണം എനിക്കുള്ള സാമഗ്രി എൻ്റെ സങ്കല്പം മാത്രമാണ്. അപ്പോൾ ആ സങ്കല്പം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തന്നെ, എൻ്റെ മനസ്സിൽ തന്നെ ഒരു ക്ഷേത്രം നിർമ്മിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ വെറുതെ അങ്ങോട്ട് തീരുമാനിക്കുകയായിരുന്നില്ല, അദ്ദേഹം അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു. എങ്ങനെയാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്, എന്തൊക്കെ അതിൽ ഉണ്ടാവണം, ഏതെല്ലാം രീതിയിലാണ് അതിൻ്റെ ക്രമം, ഇതൊക്കെ അദ്ദേഹം വിശദമായി അറിവുള്ള ആൾക്കാരിൽ നിന്നും ഗ്രഹിച്ചു. അങ്ങനെ അതെല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞ് അതേ ചിട്ടയോടുകൂടി അദ്ദേഹം തൻ്റെ ഹൃദയത്തിൽ ക്ഷേത്രം നിർമ്മിക്കാൻ തുടങ്ങി. വെറുതെ ഒരു ദിവസം അങ്ങ് സങ്കല്പിച്ച് പിറ്റേത്തെ ദിവസം പൂജ നടത്തുകയല്ല. അദ്ദേഹം വളരെ പതുക്കെയാണ് ക്ഷേത്രം നിർമ്മിച്ചത്. നമ്മൾ ബാഹ്യമായി ഒരു ക്ഷേത്രം നിർമ്മിക്കുന്ന അതേ ശ്രദ്ധയോടെ, അതേ സാവകാശത്തോടെ അകത്ത് അദ്ദേഹം ക്ഷേത്രം നിർമ്മിച്ചു. ക്ഷേത്രത്തിലുള്ള പോലെ തൂണുകൾ ഉണ്ടാക്കി, കൊത്തുപണികൾ ഉണ്ടാക്കി, ഗോപുരങ്ങൾ ഉണ്ടാക്കി, എല്ലാം വളരെ കൃത്യമായി തന്നെ അദ്ദേഹം നടത്തി. തൻ്റെ കണ്ണടച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രം തനിക്ക് വ്യക്തമായി കാണാൻ പറ്റണം, അത്രയും സ്ഥിരത ആ ക്ഷേത്രത്തിനുണ്ടാവണം, ആ സങ്കല്പത്തിനുണ്ടാവണം എന്ന ബോധത്തോടെയാണ് ഇത്ര പതുക്കെ വളരെ വ്യക്തമായി സസൂക്ഷ്മം അദ്ദേഹം നിർമ്മിതി നടത്തിയത്. അതുകൊണ്ട് തന്നെ കണ്ണടച്ചാൽ ആ ക്ഷേത്രം ഒരു യാഥാർത്ഥ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതായി, ആ മനോമണ്ഡലത്തിൽ അത് ശോഭിക്കുന്നതായി അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അപ്പോൾ ക്ഷേത്ര നിർമ്മിതി പൂർണ്ണമായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം നല്ല ഒരു മുഹൂർത്തം ഗണിച്ചു. അങ്ങനെയാണ് ആ ദിവസം പ്രതിഷ്ഠ നടത്താമെന്ന് തീരുമാനിച്ചത്. അതേ ദിവസമായിരുന്നു രാജാവിൻ്റെയും മുഹൂർത്തം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മഹാരാജാവിന് വല്ലാത്ത സന്തോഷമായി. അങ്ങയുടെ ഭക്തിയും അങ്ങയുടെ സങ്കല്പവും എത്ര ശുദ്ധമാണെന്ന് ആലോചിച്ച് എനിക്ക് പരമാനന്ദമുണ്ടാകുന്നു, ആശ്ചര്യമുണ്ടാകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സാഷ്ടാംഗം നമിച്ചു. രാജാവിൻ്റെ വിനയവും ഭക്തിയും കണ്ടപ്പോൾ പൂസലാരും തിരിച്ച് രാജാവിനെ നമിച്ചു. അങ്ങനെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കരഞ്ഞു. എന്നിട്ട് രാജാവ് പറഞ്ഞു, അങ്ങ് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രം ഒന്ന് വർണ്ണിച്ചു തരൂ, ഞാനത് കേൾക്കട്ടെ. എന്നിട്ട് അങ്ങ് ആ പ്രതിഷ്ഠ നടത്തുന്ന ദിവസം വരെ ഞാനിവിടെ വസിച്ച് ആ പ്രതിഷ്ഠയും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് രാജാവ് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ രാജാവിന് അദ്ദേഹം വളരെ വിശദമായിട്ട് ആ ക്ഷേത്ര നിർമ്മിതി പറഞ്ഞു കൊടുത്തു. രാജാവ് ശ്രദ്ധയോടുകൂടി കേട്ടു, ഓരോ ഭാഗങ്ങളായിട്ട്. എന്നിട്ട് പൂസലാർ ഏതുപോലെയാണോ നിർമ്മിച്ചത് അതേപോലെ തൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം ആ ക്ഷേത്രത്തെ കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് ദിവസം അവിടെ താമസിച്ച ആ മുഹൂർത്ത ദിവസം വന്നപ്പോൾ പൂസലാർ പ്രതിഷ്ഠ നടത്തി. ആ പ്രതിഷ്ഠ നടത്തുന്നത് തൻ്റെ മനക്കണ്ണുകൊണ്ട്, അകക്കണ്ണുകൊണ്ട് രാജാവ് കാണുകയും ഭഗവാനെ സാഷ്ടാംഗം വീണ് പ്രണമിക്കുകയും ചെയ്തു. അങ്ങനെ ധന്യധന്യനായിത്തീർന്ന രാജാവ് തൻ്റെ ക്ഷേത്രത്തിലേക്ക് പൂസലാറിനെ കൊണ്ടുപോയി. അങ്ങ് അവിടെ വരണം, എൻ്റെ പ്രതിഷ്ഠ അങ്ങ് നടത്തിത്തരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുപോയി. അങ്ങനെ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും നടത്തി. ഈ കഥയിലുള്ള പൂസലാറും അതുപോലെ കടവർകോൺ എന്ന രാജാവും തമിഴ് സമ്പ്രദായത്തിലുള്ള പരമ ശിവഭക്തന്മാരായിരുന്നു. നായനാർമാരെന്ന് വിളിക്കപ്പെടുന്നവരിൽ പെട്ടവരായിരുന്നു ഇവർ. പെരിയ പുരാണത്തിലൊക്കെ ഇവരെ സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നടന്ന ഒരു സംഭവമാണ്. ശിവന് നമ്മുടെ ഭാവത്തിലുള്ള താല്പര്യം എത്രയാണെന്ന് ഇതിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാം. കാരണം ഭഗവാന് ബാഹ്യമായ ദ്രവ്യങ്ങളുടെയൊന്നും ആവശ്യമില്ല. ഇതൊന്നും നേടിയാൽ ഭഗവാന് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഭഗവാൻ പൂർണ്ണനാണ്. പിന്നെ പൂജകൾ വിധിച്ചിട്ടുള്ളത് നമുക്ക് ഭഗവാനോട് അടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, നമ്മുടെ മനസ്സിനെ ഭഗവാന്റെ അടുക്കലേക്ക് അയക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അതിനെ ഉപാസന എന്ന് വിളിക്കുന്നത്. ഉപ എന്നാൽ അടുത്ത്, ആസനം എന്നാൽ ഇരിക്കുക. അപ്പം നമ്മൾ ഭഗവാന്റെ അടുത്ത് ഇരിക്കുന്നതാണ് ഉപാസന. അപ്പം അത് നടത്താൻ വേണ്ടിയാണ് ബാഹ്യമായ ഈ ക്രമം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത് സാമൂഹികമായ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തവുമാണ്, ക്ഷേത്ര നിർമ്മിതികളും ബാഹ്യമായ ആചാരങ്ങളും. എന്നാൽ സ്വതന്ത്രമായ ഉപാസനയ്ക്ക് മാനസികമായ ഉപാസന തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. കാരണം അവിടെ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപാസന നടത്തുകയാണെങ്കിൽ പോലും അവിടെ സ്വാതന്ത്ര്യമുണ്ട്. എന്നിരുന്നാലും
പരിമിതികളുണ്ട്. കാരണം ദ്രവ്യങ്ങളൊക്കെ നമുക്ക് എല്ലാമൊന്നും കിട്ടില്ല. നമ്മുടെ ധനസ്ഥിതി അനുസരിച്ചിട്ടേ നമുക്ക് അത് സ്വായത്തമാക്കാൻ പറ്റും. എന്നാൽ നമ്മൾ മനസ്സിൽ സങ്കല്പം കൊണ്ട് നടത്തുമ്പോൾ ആ പരിമിതി പോലുമില്ല, പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. എത്ര ഗംഭീരമായി നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത്രയും ഗംഭീരമായി നമുക്ക് ആ പൂജ നടത്താൻ സാധിക്കും. അപ്പം ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് മാനസികമായ ഉപാസനയ്ക്ക് ഇത്രയും ബലം ലഭിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടാണ് ആചാര്യസ്വാമികൾ ഈ സ്തോത്രം രചിച്ചിട്ടുള്ളത്. അപ്പം ഇത് ജപിച്ചുകൊണ്ട് ഇതിൽ നൽകിയിട്ടുള്ള രൂപരേഖയെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരു ഉപാസന നടത്താൻ പോവുകയാണ്. ആദ്യമായി തന്നെ ഉപാസന നടത്താനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ ഈ ശരീരത്തെയും ആ ശരീരത്തിലിരിക്കുന്ന ആ മനോമണ്ഡലത്തെയും നമ്മൾ പരിശുദ്ധമാക്കേണ്ടതുണ്ട്. പരിശുദ്ധിക്ക് ഏറ്റവും നല്ല വഴി ശിവന്റെ ഉപാസന തന്നെയാണ്. കാരണം ശിവൻ മംഗളമൂർത്തിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഭഗവാന്റെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ആ ശുദ്ധിയെ നേടിയെടുക്കാം. ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായ മന്ത്രം പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ്. അതാർക്കും ജപിക്കാമെന്ന് പുരാണങ്ങളിൽ തന്നെ പ്രമാണം കാണുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ആ പഞ്ചാക്ഷരി മന്ത്രം, അതായത് ഓം നമഃ ശിവായ എന്നുള്ളത് ഒരു 11 തവണ ജപിക്കാം. 11 എന്നുള്ളത് രുദ്രന് വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒരു സംഖ്യയായതുകൊണ്ട് ഒരു 11 തവണ വളരെ ശ്രദ്ധയോടുകൂടി ജപിക്കാം. അങ്ങനെ നമ്മൾ 11 തവണ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്നിങ്ങനെ ജപിച്ച് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധമാക്കി. അങ്ങനെ ശുദ്ധി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരു വലിയ താമരയായിട്ട് സങ്കല്പിക്കുകയാണ്. ഇത് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചാവാം, താമര തന്നെ വേണമെന്നില്ല, മറ്റെന്തെങ്കിലും രീതിയിൽ വേണമെങ്കിലും സങ്കല്പിക്കാം. ഇവിടെ ഒരു ഉദാഹരണത്തിനായിട്ട് ഒരു വലിയ താമര സങ്കല്പിക്കുകയാണ്. വളരെ വലിയ താമരയാണ്, അതിന് നല്ല ഉറപ്പുണ്ട്. താമരയുടെ കോമളമായ ഇതളുകളാണെങ്കിലും നല്ല ഉറപ്പുണ്ട്, നല്ല സ്ഥായിയായ ഭാവമുണ്ട് ആ താമരയ്ക്ക്. അതിൻ്റെ നടുവിൽ നമ്മളൊരു മണ്ഡപത്തെ സങ്കല്പിക്കുന്നു. വൃത്താകൃതിയിലുള്ള ഒരു മണ്ഡപമാണ്, സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മണ്ഡപമാണ്. അതിൽ ഒരുപാട് തൂണുകളുണ്ട്. ആ തൂണുകളിലൊക്കെ ഗംഭീരമായ കൊത്തുപണികളുണ്ട്. അതിലെല്ലാം സ്വർണം പൂശിയിട്ടുണ്ട്. അവിടെ നമുക്ക് ശിവന്റെ തന്നെ പല ഭാവങ്ങളെ സങ്കല്പിക്കാം, അല്ലെങ്കിൽ ശിവഭക്തരുടെ രൂപത്തെ സങ്കല്പിക്കാം, അതല്ലെങ്കിൽ മറ്റു പല അലങ്കാര വസ്തുക്കളും സങ്കല്പിക്കാം. അങ്ങനെ ഒരു ഗംഭീരമായ മണ്ഡപം നമ്മൾ നമ്മുടെ ഹൃദയമാകുന്ന താമരയിൽ കാണണം. വൃത്താകൃതിയിലുള്ള ഒരു മണ്ഡപം. ആ മണ്ഡപത്തിൻ്റെ നടുവ് നമ്മളൊരു സിംഹാസനം നിർമ്മിച്ചിരിക്കുന്നു. അതിഗംഭീരമായ സിംഹാസനമാണ്. ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നമ്മളൊരു പീഠം വെച്ചിരിക്കുന്നു. അതും വളരെ ഗംഭീരമായ പീഠമാണ്. ആ പീഠം ഒരുക്കി വെച്ച്, സിംഹാസനം ഒരുക്കി വെച്ച് ഭഗവാനെ പൂജിക്കാൻ ആവശ്യമായ സാമഗ്രികളെല്ലാം നമ്മുടെ സങ്കല്പം കൊണ്ട് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുക്കി വെച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ ക്ഷണിക്കുകയാണ്. അല്ലയോ മഹാദേവ, വന്നാലും എൻ്റെ ഹൃദയത്തിലേക്ക് വന്നാലും എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്. അങ്ങനെ ക്ഷണിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ വരുത്തണം. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ആ മണ്ഡപത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. ഭഗവാന്റെ ആ പൂർണ്ണ രൂപം നമ്മൾ അങ്ങനെ കാണണം. ജടയെല്ലാം ധരിച്ചിട്ടുണ്ട്, അതിൽ ഗംഗയുടെ സാന്നിധ്യമുണ്ട്, രുദ്രാക്ഷവും സർപ്പവും അതിൽ കെട്ടിയിട്ടുണ്ട്, ചന്ദ്രക്കല ധരിച്ചിട്ടുണ്ട്, 3-ാം കണ്ണ് ജ്വലിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ നീല നിറമുണ്ട്, ദേഹത്തിന് വെളുത്ത നിറമാണ്, ഹാരമായിട്ട് സർപ്പം അണിഞ്ഞിട്ടുണ്ട്, രുദ്രാക്ഷമാല ധരിച്ചിട്ടുണ്ട്, പുലിത്തോൽ ഉടുത്തിട്ടുണ്ട്, ആനയുടെ തോൽ ഉത്തരീയമായി ധരിച്ചിട്ടുണ്ട്, കർണകുണ്ടലങ്ങളും സർപ്പം കൊണ്ടാണ്, കയ്യിലൊക്കെ രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ട്, ത്രിശൂലം പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഭാവം, ആ പൂർണ്ണതയിൽ നമ്മൾ കാണണം. വളരെ ശാന്തമായ മുഖം, ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ആ ഭഗവാൻ നമ്മളെ നോക്കുന്നതായി കാണണം. അങ്ങനെ നോക്കുന്ന ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പോയി സാഷ്ടാംഗം വീണ് നമിക്കണം. അങ്ങനെ നമിച്ചു കിടക്കുന്ന നമ്മളെ ഭഗവാൻ പിടിച്ചുയർത്തുന്നതായിട്ട് സങ്കല്പിക്കണം. അങ്ങനെ ഭഗവാൻ നമ്മളെ ഉയർത്തി കഴിയുമ്പോൾ ആ ഭഗവാന്റെ തിരുമുഖത്തിലേക്ക് ഭക്തിയോടുകൂടി നോക്കി ചോദിക്കണം, ഭഗവാനെ, ഞാൻ അങ്ങയെ ഉപാസിക്കട്ടെ, അങ്ങയെ ഒന്ന് പൂജിക്കട്ടെ എന്ന്. അപ്പോൾ ഭഗവാൻ വളരെ ശാന്തമായ ഭാവത്തിൽ സ്നേഹത്തോടുകൂടി നമ്മെ നോക്കി ഓം എന്ന് പറയുന്നതായിട്ട് നമുക്ക് ശ്രവിക്കാൻ പറ്റണം. ഇടിമുഴക്കത്തിൻ്റെ നാദമാണ് ഭഗവാനുള്ളത്.
അപ്പോൾ ആ ഓം എന്ന ശബ്ദം കേൾക്കുമ്പോൾ അത് ഭഗവാന്റെ അനുമതിയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഭഗവാനെ ആ മണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോവുകയാണ്. ഭഗവാന്റെ കൈ പിടിച്ചുകൊണ്ട്, വലം കൈ പിടിച്ചുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി നമ്മൾ ഭഗവാനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയ ഭാവത്തിൽ നമ്മൾ ഭഗവാനെ ഉപാസിക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് ആചാര്യസ്വാമികളുടെ സ്തോത്രത്തെ ആശ്രയിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ ശിവമാനസപൂജാ സ്തോത്രം. രത്നൈകൽപിതമാസനം ഹിമജലൈ സ്നാനം ച ദിവ്യാംബരം നാനാരത്നവിഭൂഷിതം മൃഗമദാമോദാങ്കിതം ചന്ദനം ജാതി ചമ്പകബിൽവപത്രരചിതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനിധേ പശുപതേ ഹൃത്കൽപിതം ഗൃഹ്യതാം. ഇതാണ് ആദ്യത്തെ ശ്ലോകം. നമ്മൾ ഭഗവാനെ അകത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ ആദ്യം തന്നെ പറയുന്നു രത്നൈ കൽപ്പിതമാസനം. അപ്പം നമ്മൾ 2 ആസനങ്ങൾ ഭഗവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഗംഭീരമായ സിംഹാസനമാണ്, മറ്റേത് ചെറിയ ഒരു പീഠമാണ്. രണ്ടിലും ഒരുപാട് രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമുള്ള ആ ചെറിയ പീഠത്തിലാണ് നമ്മൾ ഭഗവാനെ കൊണ്ടുപോയി ഇരുത്തുന്നത്. കാരണം ഭഗവാനെ അഭിഷേകം ചെയ്യണം, കുളിപ്പിച്ച് ശുദ്ധമാക്കണം. നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. ഭഗവാൻ വിരക്തഭാവത്തിലാണ് ഇരിക്കുന്നതെങ്കിലും നമുക്ക് ഭഗവാൻ ലോകത്തിൻ്റെ മുഴുവൻ നാഥനാണ്. അപ്പോൾ രാജകീയമായ ആ പ്രൗഢിയിൽ ഭക്തൻ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഓരോ ഭക്തനും അവൻ്റെ സങ്കല്പത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന ഭാവത്തിൽ തന്നെ വേണം എന്നില്ല. ഭക്തന് അവൻ്റേതായ സങ്കല്പ ഭാവത്തിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ നമ്മൾ രാജകീയമായ ഭാവത്തിൽ ആചാര്യസ്വാമികൾ പറഞ്ഞ പോലെ കാണുകയാണ്. അപ്പോൾ ആ രത്നം കൊണ്ട് വളരെയധികം ശോഭിക്കുന്ന, രത്നം കൊണ്ട് തന്നെയാണോ നിർമ്മിച്ചത് എന്ന് തോന്നുന്ന വിധം അത്രയും രത്നം കൊണ്ട് മൂടപ്പെട്ടിട്ടുള്ള ആ പീഠത്തിൽ, ആ ആസനത്തിൽ നമ്മൾ ഭഗവാനെ കൊണ്ടുവന്നിരുത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഹിമജലൈ സ്നാനം, ഹിമജലം കൊണ്ട് നമ്മൾ ഭഗവാനെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഹിമജലം എന്ന് പറഞ്ഞാൽ മഞ്ഞുരുകിയ ജലം. ഹിമാലയത്തിൽ നിന്നൊക്കെ നമുക്ക് നേരിട്ട് ലഭിക്കുന്ന ജലം, അതിശുദ്ധമായ ജലമാണത്. അതിൽ തന്നെ ഏറ്റവും ശുദ്ധമായ ഹിമജലം എന്ന് പറയുന്നത് സാക്ഷാത് ഗംഗാ ഭഗവതി തന്നെയാണ്. അപ്പം നമ്മൾ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള 11 കുടങ്ങളിൽ ഹിമാലയത്തിൽ ചെന്ന് ഗംഗയുടെ ഉദ്ഭവത്തിൽ നിന്ന് തന്നെ ആ ഗംഗാ നദിയെ കോരിയെടുത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. 11 കുടങ്ങളിൽ ഇങ്ങനെ ജലം തുളുമ്പി നിൽക്കുന്നുണ്ട്. നല്ല തെളിമയുള്ള ജലമാണ്, നല്ല തണുപ്പുള്ള ജലമാണ്. ആ പവിത്രമായ ഗംഗാജലത്തെ ഓരോ കുടമായി എടുത്തുകൊണ്ട് നമ്മൾ ഭഗവാനെ സ്നാനം ചെയ്യുകയാണ്, ഭഗവാനെ അഭിഷേകം ചെയ്യുകയാണ്. അതാണ് ഹിമജലൈ സ്നാനം. അങ്ങനെ പതുക്കെ പതുക്കെ ആ പീഠത്തിലിരുത്തി 11 കുടങ്ങളും അഭിഷേകം ചെയ്ത് ഭഗവാൻ പരിപൂർണ ശുദ്ധനായി എന്ന് മനസ്സിലാക്കി ഭഗവാൻ ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോന്നായി അഴിച്ചു മാറ്റി, അദ്ദേഹത്തിൻ്റെ സർപ്പഹാരങ്ങളും ഒക്കെ എടുത്തു മാറ്റി നല്ല ഒരു തുണി കൊണ്ടുവന്ന്, വളരെ ശുദ്ധമായ ഒരു തുണി കൊണ്ടുവന്ന് ഭഗവാന്റെ ദേഹമൊക്കെ തുടച്ചു കൊടുത്ത്, മുടിയൊക്കെ തുടച്ചു കൊടുത്ത്, ഭഗവാന് നന്നായി മുടിയൊക്കെ ചീന്തി കൊടുത്ത്, അദ്ദേഹത്തിന് ദിവ്യമായ അമ്പരത്തെ, വസ്ത്രത്തെ നമ്മൾ കൊടുക്കണം. ദിവ്യമായ വസ്ത്രം. കാരണം രാജാവായിട്ടാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്, രാജാതിരാജനായിട്ടാണ്. അപ്പോൾ അത്രയും രാജകീയ പ്രൗഢിയുള്ള വസ്ത്രങ്ങൾ, നല്ല പട്ടുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള വസ്ത്രങ്ങൾ, നല്ല വെട്ടിത്തിളങ്ങുന്ന വസ്ത്രങ്ങൾ. അത് ഇന്ന നിറം എന്നൊന്നും ഇവിടെ പറയുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള നിറം സങ്കല്പിക്കാം. അങ്ങനത്തെ വസ്ത്രങ്ങൾ, മുകളിൽ ധരിക്കുന്നതും താഴെ ധരിക്കുന്നതുമായ വസ്ത്രങ്ങൾ ഭഗവാന് ചാർത്തിക്കൊടുത്ത് ആ പീഠത്തിൽ നിന്നും ഭഗവാനെ ഉയർത്തി സിംഹാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ് നമ്മൾ. പീഠമെടുത്തു മാറ്റുന്നു. ഇപ്പം സിംഹാസനം മാത്രമേ ഉള്ളൂ. രാജകീയ പ്രൗഢിയോടുകൂടി ഭഗവാൻ ശോഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഭഗവാന്റെ കേശമൊക്കെ നമ്മൾ ചീന്തിക്കൊടുത്ത് നല്ല വൃത്തിയാക്കി അതിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കിരീടം നമ്മൾ കൊണ്ടുവന്ന് ധരിക്കുകയാണ്. സൂര്യസ്പർദ്ധി കിരീടമാണത്. സൂര്യന് ആ കിരീടം കണ്ടാൽ ഇനി ഞാൻ ഉദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സംശയം തോന്നും. കാരണം തൻ്റെ ജോലി ആ കിരീടം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഇനി ഒരിക്കലും അന്ധകാരം ഉണ്ടാവുകയില്ല എന്ന വിധത്തിൽ അത് ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തനിക്ക് എന്താണ് പ്രസക്തി എന്ന് തോന്നി സൂര്യന് പോലും നാണം തോന്നത്തക്ക വിധം ശോഭയുള്ള കിരീടം അണിഞ്ഞുകൊണ്ട് ദിവ്യമായ അമ്പരം ധരിച്ചുകൊണ്ട് ഭഗവാൻ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തെ നാനാരത്ന വിഭൂഷിതം, വിവിധ തരത്തിലുള്ള രത്നങ്ങളാൽ നമ്മൾ അലങ്കരിക്കുകയാണ്.
ഇതുവരെ സർപ്പഹാരങ്ങളൊക്കെ ആയിരുന്നു, രുദ്രാക്ഷമൊക്കെ ആയിരുന്നു, അതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അവിടെ രത്നം കൊണ്ടുള്ള വളരെ ദിവ്യമായ ഹാരങ്ങൾ, കമ്മലുകൾ, തോൾവളകൾ, കൈവളകൾ, ഇതൊക്കെ നമ്മൾ ധരിപ്പിക്കുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഏത് നിറത്തിലുള്ള രത്നം എവിടെ ധരിച്ചാൽ കൂടുതൽ ഭംഗി ഉണ്ടാവും എന്നൊക്കെ മനസ്സുകൊണ്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ നിറം എന്താ, അതിലേതാണ് കൂടുതൽ ശോഭിക്കുക, അത് തമ്മിലുണ്ടാവുന്ന കോൺട്രാസ്റ്റ് എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിൽ കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ ഈ ആഭരണങ്ങളെല്ലാം ധരിപ്പിച്ച് നല്ലോണം അലങ്കരിക്കണം. അതാണ് നാനാരത്ന വിഭൂഷിതം. അതിലൊരു പിശുക്കും കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം സങ്കല്പമാണ്. അപ്പം ഏറ്റവും നല്ല രത്നങ്ങൾ, നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ രത്നങ്ങൾ തന്നെ അവിടെ കൊണ്ടുവന്ന് ഭഗവാനെ ധരിപ്പിക്കണം. മോതിരമൊക്കെ അണിയിക്കണം. അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഭാവത്തിലിരുത്തി അദ്ദേഹത്തിന് പാതുകം സമർപ്പിക്കണം. അതും നല്ല ഗംഭീരമായ പാതുകം, അതായത് കാലിൽ ധരിക്കാനുള്ളത്, അത് കൊടുക്കണം. അതിൽ ഭഗവാൻ കാല് വെച്ചുകൊണ്ട് കാല് വെക്കാനായിട്ട് ചെറിയൊരു പീഠം സങ്കല്പിച്ച് അതിൽ അദ്ദേഹത്തിൻ്റെ കാല് വെച്ചു കൊടുത്ത് ആ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം. അത് കഴിഞ്ഞ് മൃഗമദാമോദാങ്കിതം ചന്ദനം, ഇനി അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുകയാണ്. മൃഗമദാമോദാങ്കിതം എന്ന് പറഞ്ഞാൽ കസ്തൂരിയാണ്. അപ്പോൾ കസ്തൂരി കൊണ്ട് അദ്ദേഹത്തിനെ ചാർത്തിയിട്ടുണ്ട്. നല്ല സുഗന്ധമുള്ളതാണ് കസ്തൂരി, കസ്തൂരി മാനിൽ നിന്നും കിട്ടുന്നതാണത്. അപ്പോൾ അത് ചാർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കണം. അപ്പോൾ നല്ല സുഗന്ധം അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ നിന്നും പരക്കും. അതുപോലെ തന്നെ ചന്ദനം അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കണം. ഇനി കസ്തൂരി ചന്ദനത്തിൽ ചേർത്തുകൊണ്ട് അങ്ങനെ ചാർത്തി കൊടുക്കാം എന്ന രീതിയിലും ആവണം. സന്തോഷപൂർണമായിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്തിനെ നമ്മൾ അലങ്കരിക്കണം. മർമ്മസ്ഥാനങ്ങളിൽ അത് ധരിച്ചു കൊടുക്കണം എന്നും അർത്ഥമെടുക്കാം, അല്ലെങ്കിൽ അത് നന്നായി പൂശി കൊടുക്കണം. അപ്പം അദ്ദേഹത്തിന് നല്ല സുഗന്ധം ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ ശോഭയോടൊത്തപ്പ ആ സുഗന്ധവും അവിടെയെല്ലാം പരക്കണം. അദ്ദേഹത്തിന് സന്തോഷമുണ്ടാവണം എന്ന ഭാവത്തിൽ മൃദമദാമോദാങ്കിതം ചന്ദനം, ഇത് രണ്ടും അദ്ദേഹത്തിന് നമ്മൾ ചാർത്തി കൊടുക്കണം. അപ്പം നമ്മുടെ സന്തോഷത്തിൻ്റെ സൂചനയായിട്ടാണത് ചാർത്തി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആമോദാങ്കിതം എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മുടെ സന്തോഷമാണ് ഈ കസ്തൂരി എന്നും നമ്മുടെ സന്തോഷമാണ് ഈ ചന്ദനം എന്നും ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നമ്മളിത് ചാർത്തി കൊടുക്കണം. അപ്പം അദ്ദേഹം ഇങ്ങനെ ശോഭിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കിരീടം തിളങ്ങുന്നുണ്ട്, രത്നങ്ങൾ തിളങ്ങുന്നുണ്ട്, വസ്ത്രങ്ങൾ തിളങ്ങുന്നുണ്ട്, നല്ല സുഗന്ധം ഇങ്ങനെ വരുന്നുണ്ട്. ആ സുഗന്ധം നമുക്ക് അടിക്കാൻ പറ്റണം, നമുക്കത് സഹിക്കാൻ പറ്റണം, നമുക്ക് ഗ്രഹിക്കാൻ പറ്റണം. അങ്ങനെയുള്ള ഭാവത്തിൽ നമ്മൾ അദ്ദേഹത്തെ കാണുകയാണ് ആ സിംഹാസനത്തിൽ. അതും നല്ല രത്നമൊക്കെ പതിച്ചിട്ടുള്ള സിംഹാസനമാണ്. സിംഹത്തിൻ്റെ ഗർജിക്കുന്ന മുഖങ്ങൾ രണ്ട് കൈയിൻ്റെയും ഭാഗത്തുള്ളതായി കാണണം. അങ്ങനെയുള്ള ആ സിംഹാസനത്തിൽ വെൽവെറ്റൊക്കെ വിരിച്ചിട്ടുള്ള ഒരു സീറ്റിൽ അദ്ദേഹം ഇരിക്കുകയാണ്, നമ്മളെ നോക്കുകയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് പിന്നെ നമ്മൾ പൂവ് സമർപ്പിക്കുകയാണ്. എങ്ങനെയുള്ള പൂക്കളാണ്? ജാതി ചമ്പക ബിൽവ പത്ര രചിതം പുഷ്പം. ജാതി അതായത് പിച്ചി, മുല്ലയുടെ ഒരു വകഭേദമാണ്. ആ പിച്ചിപ്പൂവ് കൊടുക്കുന്നു, ചമ്പകപ്പൂവ് കൊടുക്കുന്നു, ബിൽവം അതായത് കുവളം, അതിൻ്റെ ഇല കൊടുക്കുന്നു. ഇതൊക്കെ പുഷ്പങ്ങളായിട്ട് അർപ്പിക്കുകയാണ്. ഇനി ഇവിടെ ഇത് രചിതം പുഷ്പം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പുഷ്പങ്ങളെയും നമുക്കവിടെ സങ്കല്പിക്കാം. ഇവിടെ ഒരു 3 എണ്ണത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഭഗവാൻ ഇഷ്ടമുള്ളതായതുകൊണ്ട് ജാതി, ചമ്പകം, ബിൽവം എന്ന 3 പേരെടുത്ത് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ബിൽവം എന്ന് പറയുമ്പോൾ ബിൽവ പത്രമാണ്, അതായത് കുവളത്തിൻ്റെ ഇലയാണ്. അപ്പം ഇതുകൊണ്ട് നമ്മൾ പുഷ്പങ്ങളായിട്ട് സമർപ്പിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പൂക്കളെയും നമുക്കിങ്ങനെ സങ്കല്പിച്ച് സമർപ്പിക്കാം. കാരണം നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ ഭഗവാന് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പൂക്കളും, നല്ല സുഗന്ധമുള്ള പൂക്കൾ, നല്ല തിളങ്ങുന്ന പൂക്കൾ, പല നിറത്തിലുള്ള പൂക്കൾ അദ്ദേഹത്തിന് ഇങ്ങനെ സമർപ്പിക്കുകയാണ്. ഹാരമായിട്ട് ധരിക്കുന്നതായിട്ടും അതുപോലെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതായിട്ടും അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ വെച്ചു കൊടുക്കുന്നതായിട്ടും ഒക്കെ നമ്മളിങ്ങനെ സങ്കല്പിക്കണം. പലതരത്തിലുള്ള പല വർണ്ണങ്ങൾ, എത്ര ഭംഗി കൂട്ടാൻ പറ്റുമോ അത്രയും മനസ്സുകൊണ്ട് നമ്മൾ ആ ഭഗവാന് ഭംഗി കൂട്ടുകയാണ്. അങ്ങനെ ഭംഗി കൂട്ടിക്കഴിഞ്ഞ് പുഷ്പം സമർപ്പിച്ചു കഴിഞ്ഞ് ധൂപം തഥാ, നമ്മൾ ധൂപത്തെ അദ്ദേഹത്തിന് കാണിക്കുന്നു, പുകയെ അദ്ദേഹത്തിന് കാണിക്കുന്നു. അപ്പം നമ്മൾ പൊടികൾ, ഔഷധ ഗുണങ്ങളുള്ള പൊടികൾ കൊണ്ടുവന്ന് അത് കത്തിച്ച് അതിൻ്റെ പുകയെ ഇങ്ങനെ ഭഗവാൻ ഒഴിയുന്നു. പലതരത്തിലുള്ള കൂട്ടുകളുണ്ട് ഇതിന്. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ല സുഗന്ധമുള്ള ആ അന്തരീക്ഷത്തെ മുഴുവൻ പരിശുദ്ധമാക്കുന്ന രീതിയിലുള്ള പുക കൊണ്ടുവന്ന് ധൂപം ഇങ്ങനെ അദ്ദേഹത്തിന് ഒഴിയണം, ദേഹം മുഴുവൻ ഒഴിയണം. ആ പരിസരത്തുള്ള എല്ലാം ശുദ്ധമാകട്ടെ എന്ന സങ്കല്പത്തിൽ. ഭഗവാൻ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ശുദ്ധിയാണ്, പക്ഷെ ഭക്തന്റെ ആ ഒരു ഭാവം കാണിക്കാനായിട്ട് ധൂപം കൊണ്ട് നന്നായിട്ട് ഒഴിയണം. അങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞ് തഥാ ദീപം, ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെക്കണം. ഒരുപാട് വിളക്കുകൾ നമുക്ക് എത്ര സങ്കല്പിക്കാൻ പറ്റുമോ അത്രയും സങ്കല്പിക്കുക. തൂണുകളിലൊക്കെ വിളക്ക് വെച്ചതായിട്ട് സങ്കല്പിക്കാം.
മേൽക്കൂരയിൽ നിന്നും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വിളക്കുകൾ സങ്കല്പിക്കാം, വലിയ വലിയ വിളക്കുകൾ വെച്ചതായി സങ്കല്പിക്കാം, ചെറിയ ഉഴിയാൻ പാകത്തിനുള്ള ദീപങ്ങൾ വെച്ചതായി സങ്കല്പിക്കാം. അതിൽ നിന്നും ദീപം എടുത്ത് ഭഗവാനെ ഇങ്ങനെ ഒഴിയുക. അപ്പൊ അഗ്നിയുടെ നാളം, ആ അഗ്നിയേക്കാൾ ശോഭയുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞിരിക്കുന്ന ഭഗവാന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നതായി സങ്കല്പിക്കാം. ഇതെല്ലാം അങ്ങയുടെ കൃപ കൊണ്ടാണെന്നുള്ള ഭാവത്തിൽ ഭഗവാനെ അങ്ങനെ ദീപം കൊണ്ടും ധൂപം കൊണ്ടും പുഷ്പം കൊണ്ടും നമ്മൾ ആരാധിക്കുകയാണ്. അപ്പൊ ദീപം ദേവ ദയാനിധേ പശുപതേ ഹൃത്കൽപിതം ഗൃഹ്യതാം. ഇങ്ങനെ നമ്മൾ എല്ലാം കൊടുത്തുകൊണ്ട് ഭഗവാനെ വിളിച്ചുകൊണ്ട് ഭഗവാനോട് പറയുകയാണ്, ഇത് സ്വീകരിക്കുക. ഗൃഹ്യതാം, എങ്ങനെയുള്ളതാണ് ഇതെല്ലാം? അപ്പൊ ഈ പുഷ്പം, ധൂപം, ദീപം തുടങ്ങിയ ദിവ്യാഭരണം ഇതൊക്കെ എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ ഹൃത് കൽപ്പിതമാണ്, ഹൃദയത്താൽ കൽപ്പിതമാണ്, മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ബാഹ്യമായ വസ്തുവൊന്നുമല്ല. എൻ്റെ മനസ്സിൽ എൻ്റെ സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട്, കാരണം ആ സങ്കല്പ ശക്തി എനിക്ക് തന്നിട്ടുള്ളത് അവിടുന്നാണ്. അപ്പൊ അങ്ങയുടെ കൃപയാൽ ലഭിച്ചിട്ടുള്ള ആ ശക്തിയെ അങ്ങയ്ക്ക് വേണ്ടി തന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. കാരണം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയോ സങ്കല്പിക്കാറുണ്ട്. ഇവിടെ ആ സ്വാർത്ഥതകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി നമ്മൾ ആ സങ്കല്പ ശക്തിയെ ഉപയോഗിച്ച് ഈ പൂജ നടത്തുകയാണ്. അപ്പൊ അങ്ങനെ ഹൃത്കൽപിതമായിട്ടുള്ള ഇതിനെയെല്ലാം ഗൃഹ്യതാം എന്ന് പറഞ്ഞ് ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. ദേവാ, ആഗ്രഹിച്ചതെല്ലാം നൽകുന്നവനാണങ്ങ്, നല്ല ശോഭയുള്ളവനാണങ്ങ്. ദയാനിധേ, ദയയുടെ ഇരിപ്പിടമാണങ്ങ്, ആലയമാണങ്ങ്, ദയയുടെ ഭണ്ഡാരം തന്നെയാണങ്ങ്. അതുകൊണ്ടാണല്ലോ ഇത്രയും എളിയവനായ എൻ്റെ ഹൃദയത്തിലും അങ്ങ് വന്നത്. അങ്ങ് ത്രിലോകത്തിനും നാഥനാണ്. അങ്ങനെ ഇരിക്കുന്ന അങ്ങ് എൻ്റെ ഇഷ്ടത്തിന് ഇതാ ഇവിടെ വന്നിരിക്കുന്നു. അത് അങ്ങയുടെ ദയ കൊണ്ട് തന്നെയാണ്. അപ്പൊ ദയാനിധേ പശുപതേ, പശുക്കളുടെ പതിയാണെന്ന്. എൻ്റെ ഉള്ളിൽ ഭക്തിയുണ്ട്, നന്മയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അതുപോലെ തന്നെ പശുത്വവുമുണ്ട്. വളരെ സങ്കുചിതമായ ഭാവങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങൾ അതിനോട് സഹജമായിട്ടുണ്ട്. അങ്ങനെ പശുത്വമുള്ള എൻ്റെയും പതി അങ്ങ് തന്നെയല്ലേ? അപ്പൊ എന്നിലുള്ള ആ പശുത്വത്തെ എല്ലാം അപഹരിച്ചുകൊണ്ട് എനിക്ക് ശ്രേഷ്ഠതയെ നൽകാൻ വേണ്ടിയാണ് അങ്ങ് വന്നിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ ശ്രേഷ്ഠനായ ഭക്തനൊന്നുമല്ല, പശുതുല്യൻ തന്നെയാണ്. അതുകൊണ്ട് പശുപതിയായ അങ്ങയെ തന്നെയല്ലേ ഞാൻ വിളിക്കേണ്ടത്. കാരണം എനിക്ക് ധൈര്യമായി വിളിക്കാൻ പറ്റുന്നത് അങ്ങയെ മാത്രമാണ്. അങ്ങയെ വിളിച്ചാൽ എനിക്ക് ഉറപ്പാണ് അങ്ങ് വരും. കാരണം അങ്ങ് പശുപതിയാണ്. അപ്പൊ പശുതുല്യനായ എനിക്ക് പോലും അങ്ങ് ആശ്രയമാണ്. അപ്പൊ ദേവാ ദയാനിധേ പശുപതേ ഹൃത്കൽപിതം ഗൃഹ്യതാം. ഗ്രഹിച്ചാലും ഇത് സ്വീകരിച്ചാലും ഇതേ എനിക്ക് തരാൻ പറ്റുള്ളൂ ഭഗവാനെ. സന്തോഷത്തോടുകൂടി ഇത് സ്വീകരിച്ചാലും, എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇത് സ്വീകരിച്ചാലും. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നത്. രത്നൈ കൽപിതമാസനം ഹിമജലൈ സ്നാനം ച ദിവ്യാംബരം നാനാരത്ന വിഭൂഷിതം മൃഗമദാമോദാങ്കിതം ചന്ദനം ജാതി ചമ്പക ബിൽവപത്ര രചിതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനിധേ പശുപതേ ഹൃത്കൽപിതം ഗൃഹ്യതാം. അടുത്തത് നമ്മൾ ഇരുത്തി ദീപവും ധൂപവും ഒക്കെ കൊടുത്തു, പുഷ്പങ്ങളൊക്കെ കൊടുത്തു. ഇനി അടുത്ത ഉപാസനയിലേക്ക് കടക്കുകയാണ്. സൗവർണേ നവരത്ന ഖണ്ഡരചിതേ പാത്രേ ഘൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദധിയുതം രംഭാഫലം പാനകം ശാകാനാമയുതം ജലം രുചികരം കർപ്പൂരഖണ്ഡോജ്വലം താംബൂലം മനസാ മയാ വിരചിതം ഭക്ത്യാ പ്രഭോ സ്വീകുരു. ഭഗവാന് ഉപഹാരങ്ങളൊക്കെ കൊടുത്തു. ഭഗവാന് നല്ല മണമുള്ള സുഗന്ധമുള്ള വസ്തുക്കൾ കൊടുത്തു, ദീപം കൊടുത്തു, നല്ല പ്രകാശം അവിടെ ഉണ്ടാക്കി, അതിൻ്റെ ഒരു ചെറിയ ചൂട് ഭഗവാന് കൊടുത്തു. ധൂപം കൊടുത്തു, നല്ല സുഗന്ധം അവിടെ ഉണ്ടാക്കി, നല്ല ആഭരണങ്ങളുടെ തിളക്കം കൊടുത്തു, നല്ല അലങ്കാരം കൊടുത്തു, നല്ല ആസനം കൊടുത്തു. ഇതെല്ലാം കൊടുത്തിരുത്തുന്ന ഭഗവാന് ഇനി നമ്മൾ ഭക്ഷിക്കാനായിട്ട് പലതും കൊടുക്കുകയാണ്. കാരണം വിളിച്ചു വരുത്തിയാൽ അതിഥിയായിട്ട് വന്നിരിക്കണം, നമ്മൾ വിളിച്ചത് കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആ ഭഗവാന് നമ്മൾ പലതും കൊടുക്കാൻ പോവുകയാണ്. സൗവർണേ പാത്രേ നവരത്ന ഖണ്ഡരചിതേ. സുവർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പാത്രത്തിൽ, സുവർണം എന്നാൽ സ്വർണം, സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പാത്രത്തിൽ അതിൽ നവരത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. അമൂല്യമായ നവരത്നങ്ങളും അതിൽ പതിച്ചിട്ടുണ്ട്. അത്രയും ഗംഭീരമായ പാത്രമാണ്. ആ സുവർണ പാത്രത്തിൽ ഘൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദധിയുതം രംഭാഫലം പാനകം ശാകാനാമയുതം ജലം രുചികരം. രുചികരം, മനസ്സിന് വളരെ ഇഷ്ടമുള്ളതാണ് രുചികരം. മനസ്സിന് രുചിയുള്ളതാണ്, രുചിയെ ചെയ്യുന്നതാണ്. അപ്പൊ മനസ്സിന് വളരെ ഇഷ്ടമുണ്ടാക്കുന്ന,
എൻ്റെ മനസ്സിന് ഇഷ്ടമുണ്ടാക്കുന്നതും അതിനേക്കാൾ ഉപരി അങ്ങയുടെ മനസ്സിന് ഇഷ്ടമുണ്ടാകുമെന്ന സങ്കല്പത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുമുള്ളതായിട്ടുള്ള ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ഞാൻ സ്വർണ്ണപാത്രത്തിൽ, വെറും സ്വർണമല്ല, അതിൽ നവരത്നങ്ങൾ പതിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള സ്വർണ്ണപാത്രത്തിൽ ഞാനിത് അങ്ങയുടെ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത്? ഓരോ കുടത്തിലും ഓരോന്നാണ്, ഓരോ പാത്രത്തിലും ഓരോന്നാണ്. ഘൃതം എന്നാൽ നെയ്യ്. അപ്പൊ അങ്ങേക്ക് ഒരുപാട് നെയ്യ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പായസം, നമുക്കെല്ലാം അറിയാം, പായസം വെച്ചിട്ടുണ്ട്. ഭക്ഷ്യം പഞ്ചവിധമായ ഭക്ഷ്യം ഞാൻ വെച്ചിട്ടുണ്ട്. 5 പ്രകാരത്തിലുള്ള ഭക്ഷ്യങ്ങൾ. ഈ 5 പ്രകാരത്തിലുള്ള ഭക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യം, ഭോജ്യം, ലേഹ്യം, ചോഷ്യം, പേയം. ഇതാണ് 5 പ്രകാരത്തിലുള്ള ഭക്ഷ്യങ്ങൾ. 5 രീതിയിലാണ് ഇത് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 5 പ്രകാരം എന്ന് പറയുന്നത്. അപ്പൊ ഭക്ഷ്യം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള പദാർത്ഥമാണ്, പക്ഷെ പെട്ടെന്ന് വായയിൽ പൊട്ടി അലിയുന്നതാണ്. അപ്പം അതിലിപ്പോൾ ലഡ്ഡു ഒക്കെ ആ ടൈപ്പാണ്, ജലേബിയൊക്കെ അതിൽ പറയാം. നമ്മൾ കടിക്കും, പക്ഷെ പെട്ടെന്ന് അലിയും, പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നതാണ്. അതാണ് ഭക്ഷ്യം. ഭോജ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചവയ്ക്കണം, പെട്ടെന്ന് പൊട്ടില്ല, കുറച്ചു നേരം ചവച്ചിട്ട് വേണം അത് അകത്തേക്ക് സ്വീകരിക്കാൻ. ചോറൊക്കെ അതിന് ഉദാഹരണമാണ്, നല്ല മുറുക്കമുള്ള പദാർത്ഥങ്ങളൊക്കെ അതിന് ഉദാഹരണമാണ്. അപ്പൊ ഭക്ഷ്യം, ഭോജ്യം. അത് കഴിഞ്ഞാൽ ലേഹ്യം എന്ന് പറഞ്ഞാൽ നക്കി കഴിക്കേണ്ടതാണ്. അച്ചാറൊക്കെ ലേഹ്യമാണ്. അത് കഴിഞ്ഞാൽ ചോഷ്യം എന്ന് പറഞ്ഞാൽ ഊറ്റിയെടുക്കേണ്ടതാണ്. ഇപ്പൊ മാമ്പഴം, അപ്പൊ മാങ്ങയൊക്കെ നമ്മൾ അതിന്റെ ചാറിങ്ങനെ ഊറ്റിയെടുത്ത് സക്ക് ചെയ്തെടുക്കുന്നതാണ്, അതാണ് ചോഷ്യം. അത് കഴിഞ്ഞാൽ പേയം എന്നാൽ കുടിക്കേണ്ടത്. പായസം തുടങ്ങിയിട്ടുള്ളതൊക്കെ കുടിക്കാനുള്ളതാണ്, ജ്യൂസ് കുടിക്കാനുള്ളതാണ്, ജലം കുടിക്കാനുള്ളതാണ്. അപ്പൊ ഇങ്ങനെ 5 തരത്തിലുള്ള പഞ്ചവിധം ഭക്ഷ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ 5 പാത്രങ്ങളുണ്ട്, അതിൽ ഓരോ പ്രകാരത്തിലുള്ളതും വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒട്ടനവധി പാത്രങ്ങളുണ്ട്, അതിൽ ഈ 5 പ്രകാരത്തിലുള്ള പല സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷ്യമായിട്ട് ലഡ്ഡു, ജലേബി അങ്ങനെ പലതും വെച്ചിട്ടുണ്ടാവാം. ഭോജ്യമായിട്ട് ചോറ് തുടങ്ങിയ പലതും വെച്ചിട്ടുണ്ടാവാം. ലേഹ്യമായിട്ട് അച്ചാറ് അങ്ങനത്തെ പലതും വെച്ചിട്ടുണ്ടാവാം. അതുപോലെ ചോഷ്യമായിട്ട് മാങ്ങ തുടങ്ങിയ മറ്റ് സാധനങ്ങൾ, നീരൂറ്റി കുടിക്കാൻ പാകത്തിനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവാം. പേയമായിട്ട് പലതരം പാനീയങ്ങളും വെച്ചിട്ടുണ്ടാവാം. ഇങ്ങനെ പല പാത്രങ്ങളിലായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഘൃതമുണ്ട്, പായസമുണ്ട്, പിന്നെ 5 വിധത്തിലുള്ള ഭക്ഷ്യവുമുണ്ട്. പയോദധിയുതം, പയസ് എന്നാൽ പാല്, ദധി എന്നാൽ തൈര്, നല്ല കട്ട തൈര്, ഇതും വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും ചേർത്ത് മോരിന്റെ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും സങ്കല്പിക്കാം. ഭഗവാൻ ഇഷ്ടമുള്ള പോലെ സ്വീകരിക്കട്ടെ എന്നുള്ളത് കൊണ്ട് 2ആയിട്ട് വെച്ചു എന്ന് കരുതുന്നതാവും കൂടുതൽ നല്ലത്. അത് കഴിഞ്ഞ് രംഭാഫലം എന്ന് പറഞ്ഞാൽ വാഴപ്പഴം, അത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നിറയെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല പാത്രത്തിലായിട്ട് നിറച്ചു വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള വാഴകളിൽ നിന്നുമുള്ള പഴങ്ങൾ വെച്ചിട്ടുള്ളതായിട്ട് സങ്കല്പിക്കാം. പാനകം എന്ന് പറഞ്ഞാൽ മധുരമുള്ള പാനീയമാണ്. പായസത്തിൽ നിന്നും ഭിന്നമായിട്ട് മധുരമുള്ള മറ്റു തരം പാനീയങ്ങൾ, ശർബത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിൽ പെടുത്താം. അപ്പൊ അങ്ങനത്തെ പാനകവും വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ശാകാനാം അയുതം, ശാകം എന്നാൽ പച്ചക്കറി, അയുതം എന്നാൽ 1000, അപ്പൊ ഒരുപാട് 10,000 എന്നാണ് അയുതം. അപ്പൊ അത്രയും പച്ചക്കറി വെച്ചിട്ടുണ്ട്. പല പ്രകാരത്തിലുള്ള പച്ചക്കറികൾ, ഇലകൾ, അതുപോലെ കായ്കറികൾ, ഇതെല്ലാം നമ്മൾ അവിടെ ഇങ്ങനെ ഓരോ പാത്രങ്ങളിലായിട്ട് സ്വർണം, നവരത്നം പതിച്ചിട്ടുള്ള സ്വർണ്ണ പാത്രങ്ങളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ജലവും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭഗവാന് കുടിക്കാനായിട്ട് ജലവും ഒരു പാത്രത്തിൽ നല്ലോണം വെച്ചിട്ടുണ്ട്. രുചികരം, ഇതെല്ലാം മനസ്സിന് രുചിയുണ്ടാക്കുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പദാർത്ഥങ്ങളാണ് ഞാൻ അങ്ങേക്ക് നൽകേണ്ടത്. ഇപ്പൊ ശബരി ശ്രീരാമന് ഭക്ഷണം കൊടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വയം കടിച്ചു നോക്കി നല്ല മധുരമാണെന്ന് ഉറപ്പ് വരുത്തി കൊടുക്കുകയാണ്. അപ്പൊ ഭക്തൻ എപ്പോഴും തനിക്ക് ഇഷ്ടമുള്ളതാണ് ഭഗവാന് കൊടുക്കേണ്ടത്. കാരണം ഭഗവാന് പ്രിയ അപ്രിയങ്ങൾ ഒന്നുമില്ല. അപ്പൊ നമ്മളത് സങ്കല്പിക്കുന്നതാണ്, ഭഗവാൻ ഇത് പ്രിയമാണ്, അത് അപ്രിയമാണെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയമുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഭഗവാന് കൊടുക്കുകയാണ്. അതുകൊണ്ട് രുചികരം എന്നുള്ളത് നമ്മളോട് ചേർത്ത് വായിക്കണം. നമുക്ക് ഏറ്റവും രുചിയുള്ളത് നമ്മൾ കൊടുത്തു. അത് കൊടുക്കുമ്പോൾ ഭഗവാൻ അത് രുചിയുണ്ടാക്കുന്നതായും നമ്മൾ സങ്കല്പിക്കണം. നമ്മുടെ രുചി ഭഗവാനും നമ്മൾ കൽപ്പിക്കണം. അപ്പൊ അങ്ങനെ അത് മുഴുവൻ ഭഗവാൻ കഴിക്കുന്നു. വെറുതെ വെച്ചു കൊടുത്താൽ പോരാ, അതെടുത്ത് ഭഗവാന് കൊടുക്കണം. നമ്മൾ വാരി കൊടുക്കണം ഭഗവാൻ ആവശ്യമുള്ളത് ഓരോന്നോരോന്ന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കൊടുക്കണം. ഇനി ഭഗവാൻ സ്വയം കഴിക്കുന്നതായിട്ടാ സങ്കല്പിക്കാൻ ഇഷ്ടമെങ്കിൽ ഭഗവാൻ ഒരു പാത്രം കൊടുത്ത് അതിൽ വിളമ്പി കൊടുക്കുന്നതായി സങ്കല്പിക്കാം. ഓരോന്നായിട്ട് എടുത്തു കൊടുക്കണം. ഭഗവാൻ അതെല്ലാം ഭക്ഷിക്കുന്നതായിട്ട് വ്യക്തമായി നമ്മൾ അകത്ത് കാണണം. ഭഗവാൻ ഓരോന്നും കഴിക്കുന്നു, രുചിക്കുന്നു, അത് രുചിച്ച് മുഖത്ത് ആ പ്രസന്നത കാണുന്നു, നമ്മളെ ഒന്ന് നോക്കുന്നു, നമ്മൾ വീണ്ടും വേണമെന്ന് ചോദിക്കുന്നു, ഭഗവാൻ വേണമെന്ന് പറയുന്നു, കൊടുക്കുന്നു. അങ്ങനെ ഓരോന്ന് എത്ര സൂക്ഷ്മമായി കാണാൻ പറ്റുമോ അത്രയും സൂക്ഷ്മമായി കാണണം. പൂജയ്ക്ക് അതാണ് പ്രധാനം. വെറുതെ ഒന്ന് കാട്ടിക്കൂട്ടിയാൽ പോരാ, നല്ല ഭാവത്തോടു കൂടി ഇരുന്ന് പതുക്കെ ചെയ്യേണ്ട ഒന്നാണ് ഉപാസന. അപ്പൊ അങ്ങനെ നമ്മൾ ഇതൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. പാല് കൊടുത്തു, നെയ്യ് കൊടുത്തു, പായസം കൊടുത്തു,
കട്ടത്തൈര് കൊടുത്തു, പഴങ്ങൾ കൊടുത്തു, പാനീയങ്ങൾ കൊടുത്തു, ഭക്ഷ്യങ്ങൾ പഞ്ചവിധം കൊടുത്തു, പച്ചക്കറികൾ കൊടുത്തു, ജലം കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് അദ്ദേഹം ജലം കുടിച്ചു. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജലം കുടിച്ചു. ഇടയിൽ ജലം വേണമെന്ന് ചോദിക്കണം. അദ്ദേഹത്തിന് ജലം വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത് കൊടുക്കണം. അതല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് ജലം കൊടുത്ത് അദ്ദേഹത്തിന് നല്ല സംതൃപ്തിയായി, ഭക്ഷണം കഴിച്ച് നല്ല സംതൃപ്തിയായി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ കർപ്പൂര ഖണ്ഡോജ്വലം, കർപ്പൂരം ഒഴിഞ്ഞ് കാട്ടണം. അദ്ദേഹത്തിന് കർപ്പൂരം കത്തിച്ചു വലിയൊരു പാത്രത്തിൽ നല്ലോണം കത്തുന്ന കർപ്പൂരം അദ്ദേഹത്തിന് ഇങ്ങനെ ശുദ്ധമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് അദ്ദേഹത്തിന് നല്ലോണം സന്തോഷമായി കഴിഞ്ഞ് ആ കർപ്പൂരം വെച്ചിട്ട് താമ്പൂലം, വെറ്റില അദ്ദേഹത്തിന് മുറുക്കാനായിട്ട് കൊടുക്കണം. മനസാ മയാ വിരചിതം ഭക്തിയാ പ്രഭോ സ്വീകുരു. ഞാനിത് മനസ്സാൽ വിരചിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും യഥാർത്ഥത്തിലുള്ള വസ്തുവല്ല. ഇതെൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഭക്തിയാ, ഭക്തിയോടുകൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഭക്തി ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. ആ ഭക്തിയെ അഭിവ്യക്തം ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മനസാ മയാ വിരചിതം ഭക്തിയാ പ്രഭോ, അല്ലയോ പ്രഭോ, എല്ലാ ലോകത്തിനും നാഥനായിരിക്കുന്നവനെ, ഈ ഉള്ളവൻ്റെയും നാഥനായിരിക്കുന്നവനെ സ്വീകുരു, ഇത് സ്വീകരിച്ചാൽ, സന്തോഷത്തോടുകൂടി സ്വീകരിച്ചാലും എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അപ്പം നല്ലോണം ഭക്ഷണം കൊടുത്ത്, കുടിക്കാനൊക്കെ കൊടുത്ത്, താമ്പൂലവും കൊടുത്ത് അദ്ദേഹത്തിന് കർപ്പൂരം ഒഴിഞ്ഞ് അദ്ദേഹത്തിന് സന്തോഷപ്പെടുത്തി എന്ന് നമ്മൾ സങ്കല്പിക്കണം എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നു. സൗവർണേന വരത്നഖണ്ഡരചിതേ പാത്രേ ഘൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദധിയുതം രംഭാഫലം പാനകം ശാകാനാമയുതം ജലം രുചികരം കർപ്പൂരഖണ്ഡോജ്വലം താംബൂലം മനസാ മയാ വിരചിതം ഭക്ത്യാ പ്രഭോ സ്വീകുരു. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. ഛത്രം ചാമരയോർയുഗം വ്യജനകം ചാദർശകം നിർമ്മലം വീണാഭേരി മൃദംഗകാഹലകലാ ഗീതം ച നൃത്യം തഥാ സാഷ്ടാംഗം പ്രണതി സ്തുതിർ ബഹുവിധ ഹ്യേതത് സമസ്തം മയാ സങ്കൽപേന സമർപ്പിതം തവ വിഭോ പൂജാം ഗൃഹാന പ്രഭോ. ഭഗവാന് വയറൊക്കെ നിറഞ്ഞു, അദ്ദേഹത്തിന്റെ ദാഹമൊക്കെ മാറി, അദ്ദേഹത്തിന് ദീപവും ധൂപവും ഒക്കെ കൊടുത്തു. ഇനി കുറച്ചും കൂടി പരിചരണം കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിന് ഇഷ്ടമുണ്ടാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യുകയാണ്. ഛത്രം, അദ്ദേഹത്തിന് നല്ല ഒരു കൊട, കാരണം രാജാക്കന്മാർക്ക് കൊട വളരെ വിശേഷപ്പെട്ടതാണ്. ആ ഛത്രമുള്ളവനെയാണ് ഛത്രപതി എന്നൊക്കെ വിളിച്ചിരുന്നത്. അപ്പോൾ ആ കുട ഇങ്ങനെ നമ്മൾ നിവർത്തി, രാജകീയമായിട്ടുള്ള കുട അദ്ദേഹത്തിന്റെ പിന്നിൽ ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ ചുവട്ടിൽ ആ സിംഹാസനത്തിന്റെ പിന്നിൽ വെച്ച് അവിടെ അദ്ദേഹം ഇങ്ങനെ ശോഭിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ചാമരയോർ യുഗം വ്യജനകം, വ്യജനം എന്നാൽ വീശരി, ചാമരം കൊണ്ടുള്ള വീശരി. രണ്ട് ചാമരങ്ങളെ രണ്ട് ഭാഗത്തും നിർത്തിക്കൊണ്ട്, അപ്പോൾ അദ്ദേഹത്തിനായിട്ട് രണ്ട് സേവകരെ വെച്ചതായിട്ട് സങ്കല്പിക്കാം. ഒരുത്തൻ കുട പിടിച്ച് നിൽക്കുന്നുണ്ട്, പിന്നെ രണ്ടുപേര് വന്നിട്ട് ചാമരം കൊണ്ട്, ചാമരം എന്ന് പറഞ്ഞാൽ ആ വെളുത്ത ഭഗവാന് വീശി കൊടുക്കുന്നതായി കണ്ടിട്ടില്ലേ, ആ രോമം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ചാമരം. ആ ചാമരത്തെ ഇങ്ങനെ, വെഞ്ചാമരത്തെ ഇങ്ങനെ വീശി കൊടുക്കുകയാണ് രണ്ട് ഭാഗത്തു നിന്നും. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഇളം കാറ്റ് തട്ടുന്നുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചാൽ കാറ്റൊക്കെ ഇങ്ങനെ തട്ടി ഭഗവാൻ ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണ്. ചാദർശകം നിർമ്മലം, നല്ല ഒരു നിർമ്മലമായിട്ടുള്ള ഒരു കളങ്കവും ഇല്ലാത്ത കണ്ണാടി അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഭാവം അദ്ദേഹത്തിന് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. നോക്കുക പ്രഭു, ഞാൻ അങ്ങയെ എങ്ങനെയാണ് കൊണ്ടാടിയിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു വൈഭവം മുഴുവൻ ഭഗവാനെ കാണിച്ച് ഭഗവാൻ സന്തോഷിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇപ്പോൾ ഭഗവാൻ നോക്കുന്നുണ്ട്, ആ മുടിയൊക്കെ ശരിയായിട്ടുണ്ട്, കിരീടം ശരിയായിട്ടുണ്ട്, കുറിക്കൂട്ടുകൾ നന്നായിട്ടുണ്ട്, ആഭരണങ്ങൾ നന്നായിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് സ്ഥാനം തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തി ഭഗവാൻ അത് ഒരു കണ്ണാടി ഒരു ഭക്തൻ കാണിച്ചു കൊടുക്കുന്നതായി കാണുക, ഒരു സേവകൻ അത് നോക്കി അദ്ദേഹം ആസ്വദിക്കുന്നതായിട്ട് കാണുക. ഇതല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യുന്നതായിട്ട് കാണുക. കുട സ്ഥാപിച്ചു വെച്ച് പിന്നെ വെഞ്ചാമരം കൊണ്ടുവന്ന് രണ്ട് ഭാഗത്തു നിന്നും പോയി വീശി അത് കഴിഞ്ഞ് കണ്ണാടി കാണിച്ചു കൊടുത്ത് എങ്ങനെ വേണമെങ്കിലും സങ്കല്പിക്കാം. അദ്ദേഹത്തിന് ദാസന്മാരെ വെച്ചു കൊടുത്തും ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാം. അങ്ങനെ നിർമ്മലമായ കണ്ണാടിയും അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഇനി അദ്ദേഹത്തിന് മനസ്സിനെ ഒന്നുകൂടി ആനന്ദിപ്പിക്കാനായിട്ട് കലയെ ഉപയോഗിക്കാൻ പോവുകയാണ്. വീണ ഭേരി മൃദംഗ കാഹല കല ഗീതം ച നൃത്യം തഥാ. അവിടെ പാട്ടും ആട്ടവും നടത്തുകയാണ്. ഒന്നെങ്കിൽ ഭക്തൻ സ്വയം പാടിക്കൊണ്ട് ആടുകയാണ്, അല്ലെങ്കിൽ അതിൽ കേമന്മാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് സങ്കല്പിച്ച് അവർ പാടുന്നതായും ആടുന്നതായും കാണണം. എങ്ങനെയാണെങ്കിലും ഗംഭീരമായിട്ടുള്ള നൃത്തവും പാട്ടും അവിടെ ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. എല്ലാ കലയും മനോരഞ്ജനത്തിനുള്ളതാണ്. വാസ്തവത്തിൽ അതെല്ലാം ഭഗവാന്റെ മനസ്സിനെ രഞ്ജിപ്പിക്കാനുള്ളതാണ്. ഭഗവാന് വേണ്ടിയാണ് കലകളെല്ലാം. കാരണം നമ്മുടെ അകത്തിരുന്നു കൊണ്ട് ഇതെല്ലാം ആസ്വദിക്കുന്നത് ഭഗവാനാണ്.
അപ്പം അതുകൊണ്ട് കലകളെ ഭഗവാന് കൊടുക്കണം. വാദ്യങ്ങളോട് കൂടിയിട്ടാണ് നൃത്യവും ഗീതവും കൊടുക്കുന്നത്. വാദ്യങ്ങൾ ഏതൊക്കെയാണ്? വീണ, ഭേരി എന്ന് പറഞ്ഞാൽ പെരുമ്പറ, പിന്നെ മൃദംഗം, കാഹളം അതായത് കൊമ്പ്, ഇതൊക്കെ ഊതിക്കൊണ്ട് ഇതിന്റെ ശബ്ദം ഇങ്ങനെ മുഖരിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ, നല്ല രസമുള്ള ഒരു അന്തരീക്ഷത്തിൽ നൃത്യങ്ങളും ഗീതങ്ങളും ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നന്നായി പാടുന്നുണ്ട്, അതിനനുസരിച്ച് ആടുന്നുണ്ട്. ഒന്നെങ്കിൽ ഭക്തൻ സ്വയം ഇതെല്ലാം ചെയ്തുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ അതിന് യോഗ്യതയുള്ള ആൾക്കാരെ കൊണ്ടുവരുത്തി അവരിത് ചെയ്തുകൊണ്ട് ഭഗവാൻ അത് കണ്ട് ആസ്വദിക്കുന്നതായിട്ടും മനസ്സിൽ കാണണം. അങ്ങനെ പാട്ടും മാട്ടവും എല്ലാം കേട്ടുകഴിഞ്ഞ് ഭഗവാന് നല്ല സന്തോഷമായപ്പോൾ എല്ലാവരും മാറിക്കൊടുത്തു. ഭഗവാന് നല്ല സന്തോഷമായി. ഭഗവാൻ ഭക്തനെ നോക്കണം. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഭക്തൻ, അതായത് ഞാൻ, ഭഗവാന്റെ മുമ്പിൽ ചെന്ന് സാഷ്ടാംഗം പോയിട്ട് പ്രണമിക്കണം. ഭഗവാനെ, അങ്ങ് തന്ന ഐശ്വര്യം കൊണ്ടാണ് ഇതൊക്കെ തന്നിട്ടുള്ളത്, അങ്ങയുടെ കൃപ മാത്രമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഭഗവാനെ സാഷ്ടാംഗം നിലത്ത് ദണ്ട് പോലെ കിടന്ന് നമസ്കരിക്കണം. അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞ് സ്തുതിർ ബഹുവിധ, പലവിധ സ്തുതികളെ കൊണ്ടും അദ്ദേഹത്തെ പ്രണമിക്കണം. സാഷ്ടാംഗം പ്രണമിക്കണം, അതോടൊപ്പം തന്നെ ഒരുപാട് സ്തുതികൾ പാടി അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണം. ഈ സ്തുതികൾ അദ്ദേഹത്തിന്റെ മഹിമയെ വ്യക്തമാക്കുന്നതായിരിക്കണം. തനിക്ക് ഭഗവാനെ എങ്ങനെയൊക്കെ മനസ്സിലായി എന്ന് ഭക്തൻ ഭഗവാനോട് പറയുകയാണ്. ഭഗവാൻ ഇത് കേട്ടിട്ട് പ്രത്യേകിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. താൻ ലോകേശ്വരനാണെന്ന് ഭക്തൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഭഗവാൻ ലോകേശ്വരൻ തന്നെയാണ്. പക്ഷെ തന്നോട് ഇഷ്ടമുള്ള ഒരാൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് എത്രയൊക്കെ മനസ്സിലാക്കിയെന്ന് അഭിവ്യക്തമാക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഭഗവാനുള്ളത്. അപ്പൊ നമ്മുടെ അറിവ് നമ്മൾ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങ് ഇങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങ് അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരിക്കും നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അറിയുക ഭഗവാനെ നമുക്ക് മനസ്സിലായിട്ടില്ല, ഭഗവാനെ ഗ്രഹിക്കാൻ പറ്റില്ല. തവ തത്വം ന ജാനാമി കീദൃശോസി മഹേശ്വര യാദൃശോസി മഹാദേവ താദൃശായ നമോ നമ എന്ന് പുഷ്പദന്തൻ പറയുന്നുണ്ട് ശിവമഹിംന സ്തോത്രത്തിൽ. അങ്ങയുടെ തത്വം എനിക്കറിയില്ല, ഞാൻ കുറേ ശ്രമിച്ചു, പല രീതിയിൽ സ്തുതിച്ചു നോക്കി, പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അങ്ങയെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ എങ്ങനെയുള്ള അങ്ങാണോ അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുകയാണ്. ഭഗവാൻ തീരുമാനിക്കട്ടെ അങ്ങയുടെ സ്വരൂപം എന്താണെന്ന്, അങ്ങയ്ക്ക് മാത്രമല്ലേ അതറിയൂ. അപ്പൊ അങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ബഹുവിധ, പല പ്രകാരത്തിലുള്ള സ്തുതികൾ. കാരണം സ്തുതിക്കുമ്പോൾ ഭഗവാനോട് നമ്മൾ അടുക്കുകയാണ്. അപ്പൊ നമുക്ക് വളരെ സന്തോഷം തോന്നും. ആ സന്തോഷം കൂടുതൽ ആളിക്കത്തിക്കാനായിട്ട് വീണ്ടും വീണ്ടും സ്തുതിച്ചുകൊണ്ട് ഭഗവാനോട് അടുക്കുകയാണ്. അങ്ങനെ ഹ്യേതത് സമസ്തം മയ, ഇങ്ങനെയുള്ളതെല്ലാം മയ എന്നാൽ സങ്കൽപ്പേന സമർപ്പിതം, സങ്കല്പത്താൽ സമർപ്പിതമായിരിക്കുന്നു. തവ വിഭോ പൂജാം ഗൃഹാന പ്രഭോ, അല്ലയോ വിഭുവേ, അല്ലയോ പ്രഭുവേ, സർവസമർത്ഥനായിരിക്കുന്നവനെ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനെ, അങ്ങയുടെ ഈ പൂജയെ, ഞാൻ എൻ്റെ സങ്കല്പം കൊണ്ട് സമർപ്പിച്ചിട്ടുള്ള ഈ പൂജയെ, അങ്ങയുടെ പൂജയാണിത്, ഇത് ഗൃഹാന, ഇത് ഗ്രഹിച്ചാലും എന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. ഛത്രം ചാമരയോർയുഗം യജനകം ചാദർശകം നിർമ്മലം വീണാഭേരി മൃദംഗകാഹല കലാ ഗീതം ച നൃത്യം തഥാ സാഷ്ടാംഗം പ്രണതി സ്തുതിർ ബഹുവിധ ഹ്യേതത് സമസ്തം മയാ സങ്കൽപ്പേന സമർപ്പിതം തവ വിഭോ പൂജാം ഗൃഹാന പ്രഭോ. അങ്ങനെ ഗംഭീരമായ ഒരു പൂജ ഭഗവാൻ ഒരുക്കി. അദ്ദേഹത്തെ കൊണ്ടുവന്നു, ഇരുത്തി, കുളിപ്പിച്ചു, അദ്ദേഹത്തിന് വസ്ത്രം കൊടുത്തു, ധൂപം ദീപം കുറിക്കൂട്ടുകളെല്ലാം കൊടുത്തു, കഴിക്കാൻ കൊടുത്തു, കുടിക്കാൻ കൊടുത്തു, നൃത്യം ഗീതം എല്ലാം കൊടുത്തു. ഇങ്ങനെ എല്ലാ രീതിയിലും അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിന്റെ പൂജയെ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ പൂജ കൊടുത്തു കഴിഞ്ഞ് ആചാര്യസ്വാമികൾ പറയുകയാണ് അദ്ദേഹത്തിന്റെ തത്വം എന്താണ്, അദ്ദേഹവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, എന്തുകൊണ്ടാണ് അകത്തെനിക്ക് അദ്ദേഹത്തെ പൂജിക്കാൻ സാധിച്ചത്, ഇതൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ തത്വം അറിയണം. അപ്പൊ ഈ പൂജ പറഞ്ഞു കഴിഞ്ഞ് ആചാര്യസ്വാമികൾ ആ തത്വം പറഞ്ഞു തരികയാണ് നമുക്ക്. നമ്മൾ ഏത് ഭാവത്തിലാണ് അദ്ദേഹത്തെ കാണേണ്ടതെന്ന് പറഞ്ഞു തരികയാണ്. ആത്മാത്വം ഗിരിജാമതി സഹചരാ പ്രാണ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്ര സമാധിസ്ഥിതി സഞ്ചാര പദയോ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാ ഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. അതിഗംഭീരമായ ശ്ലോകമാണ് ഈ നാലാമത്തെ ശ്ലോകം. അതിഗംഭീരമാണ്. ആത്മാത്വം, ആരാ അങ്ങ് ആത്മാവാകുന്നു. എൻ്റെ ഉള്ളിൽ ആത്മഭാവത്തിൽ ശോഭിക്കുന്നത് അങ്ങാണ്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങയെ അകത്ത് പൂജിക്കാൻ ഇത്രയും ധൈര്യമായിട്ട് സാധിക്കുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ആത്മാവ് തന്നെയാണ് മഹാദേവൻ, പരമശിവൻ, സദാശിവൻ. അങ്ങ് എൻ്റെ ആത്മാവ് തന്നെയാണ്. ആത്മാത്വം ഗിരിജാമതി. അപ്പൊ എൻ്റെ മനസ്സിലാണല്ലോ ഞാൻ അങ്ങയെ കൊണ്ടുവന്നിരുത്തിയത്. ആ മനസ്സാരാ?
അത് ഗിരിജയാണ്, സാക്ഷാത് പാർവതി ദേവയാണ്. ശിവനും ശക്തിയും ഒന്ന് തന്നെയാണ്. ശക്തിയാണ് മനസ്സ്, ശിവനാണ് ആത്മാവ്. ആ ഭാവത്തിൽ ഞാൻ നിങ്ങളെ അറിയുന്നു. അപ്പോൾ ദേവിയാകുന്ന പാർവതിയാകുന്ന മനസ്സ്, അപ്പൊ പാർവതി സദാ എൻ്റെ അടുത്ത് തന്നെയുണ്ട്, എൻ്റെ മനസ്സായിട്ട്. ആ മനസ്സിൽ ശോഭിക്കുന്ന ബോധമായ ആത്മാവ് അങ്ങ് തന്നെയാണ്. അപ്പൊ ശിവന്റെ ആ ലിംഗഭാവം നമുക്ക് ഇങ്ങനെ കാണാം. പാർവതിയാകുന്ന പീഠവും ശിവനാകുന്ന ലിംഗവും കൂടി നമുക്ക് ആ ഭാവം ഇങ്ങനെ കാണാം. നമ്മുടെ അകത്ത് ആത്മാവായും മനസ്സായും ശിവശക്തികൾ ഉണ്ടെന്ന് ഞാൻ ഗ്രഹിക്കുന്നു എന്നിവിടെ വ്യക്തമാക്കുകയാണ്. ഭക്തര്, ഉപാസന നടത്തുന്നവര് ഈ ബോധം ഉള്ളിൽ സൂക്ഷിക്കേണ്ടതുമാണ്. അവരുടെ മനസ്സ് തന്നെയാണ് പാർവതി, അതായത് ഗിരിജാ ഭഗവതി. ആ മനസ്സിൽ ശോഭിക്കുന്ന ആത്മാവ് തന്നെയാണ് പരമശിവൻ. സഹചരാ പ്രാണ. അപ്പൊ അങ്ങേക്ക് ഒരുപാട് ഗണങ്ങളില്ലേ, അങ്ങയുടെ കാര്യം നോക്കുന്ന പരിചാരകന്മാരില്ലേ, അതൊക്കെ ആരാ? എൻ്റെ പ്രാണങ്ങൾ തന്നെയാണ്. പഞ്ചപ്രാണങ്ങളുണ്ട് എനിക്ക്, അവ തന്നെയാണ് നിങ്ങളുടെ പരിചാരകർ. അവരിങ്ങനെ ദേഹം മുഴുവൻ വ്യാപിച്ച് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ, ഇതാണ് പഞ്ചപ്രാണങ്ങൾ. ഈ പഞ്ചപ്രാണങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. പുറമേ നിന്ന് പലതും ആഹരിക്കുന്നു പ്രാണൻ, അതിനെ നന്നായി അതിൻ്റെ സത്തയെ വേർതിരിച്ചെടുക്കുന്നു സമാനൻ, ദേഹത്ത് മുഴുവൻ അത് വ്യാപിപ്പിച്ചു കൊടുക്കുന്നു വ്യാനൻ, ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളുന്നു അപാനൻ. അതുപോലെ കണ്ഠത്തിൽ നിന്നും ശബ്ദമുയർത്തുകയും അവസാനം ജീവനെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഉദാനൻ. ഇങ്ങനെ പഞ്ചപ്രാണങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ നിയന്ത്രണത്തിൽ ഒന്നുമല്ല ഇത് പ്രവർത്തിക്കുന്നത്, ഇത് സ്വേച്ഛയാ പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടിയാ? നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ അകത്ത് നിങ്ങളുടെ സേവകരാണ്, സഹചരന്മാരാണ് ഈ പ്രാണങ്ങൾ, നിങ്ങളുടെ ഗണങ്ങളാണ്. അപ്പൊ ഭൂതഗണങ്ങളായിട്ട് കാണേണ്ടത് ഈ പ്രാണങ്ങളെ തന്നെയാണ്. ഈ പ്രാണങ്ങൾ നിങ്ങളെയാണ് സേവിക്കുന്നത്. ശരീരം ഗൃഹം, ഈ ശരീരം നിങ്ങളുടെ ഗൃഹമാണ്, ഇവിടെയാണ് നിങ്ങൾ വസിക്കുന്നത്. ഇത് തന്നെയാണ് കൈലാസം, വേറെ എവിടെയുമല്ല. ഇത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് ഞാൻ അകത്തുപാസിക്കുന്നത് എന്ന് ആചാര്യസ്വാമികൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ആത്മാത്വം ഗിരിജാമതി സഹചരാ പ്രാണ ശരീരം ഗൃഹം, വളരെ ഗംഭീരമായ ആശയമാണിത്. പൂജാതേ വിഷയോപഭോഗരചന. അപ്പൊ നിനക്കുള്ള പൂജയോ? ഇപ്പൊ ഞാൻ ദിവസവും നടക്കുന്നുണ്ട്. ഈ ദിവസവും നടക്കുമ്പോൾ നീ അകത്തിരിക്കുന്നു, ഉമയുണ്ട്, അതുപോലെ പരിചരകന്മാരുണ്ട്. നീ നിന്റെ ക്ഷേത്രത്തിൽ നിത്യം വസിക്കണം. അപ്പൊ നിത്യം നിനക്ക് പൂജ ഉണ്ടാവണ്ടേ? എന്താണ് നിനക്കുള്ള പൂജ എന്ന് ചോദിച്ചാൽ വിഷയോപഭോഗരചന. വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ. 5 തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. കണ്ണിന് കാഴ്ചയാണ്, ചെവിക്ക് ശബ്ദമാണ്, മൂക്കിന് മണമാണ്, നാക്കിന് രുചിയാണ്, ത്വക്കിന് സ്പർശമാണ്. ഇങ്ങനെ 5 തരത്തിലുള്ള വിഷയങ്ങൾ മാത്രമേ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. അത് ഉപഭോഗം ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്നത് നിന്റെ പൂജയാണ്. കണ്ണ് കാണുന്നതെല്ലാം നിനക്കുള്ള അർപ്പണമാണ്. അപ്പൊ കണ്ണിലൂടെ വന്ന് ആ രൂപങ്ങൾ അത് സന്തോഷമായി നിനക്ക് നിന്റെ തൃപ്പാദങ്ങളിൽ വന്ന് സമർപ്പിക്കപ്പെടുന്നു. നിനക്കുള്ള പൂജയാണ് ഞാൻ കാണുന്നതെല്ലാം. ചെവി പല ശബ്ദങ്ങളും കേൾക്കുന്നു. ആ ശബ്ദങ്ങളെല്ലാം ചെവിയിലൂടെ വന്ന് മനസ്സാകുന്ന പാർവതിയിലാകുന്ന നിന്റെ തൃപ്പാദങ്ങളിൽ വന്ന്, ആത്മാവായ നിന്റെ തൃപ്പാദങ്ങളിൽ വന്ന് നിനക്ക് സന്തോഷം നൽകുന്നതാണ്. നീയാണ് അകത്തിരുന്ന് സന്തോഷിക്കുന്നത്. ഞാൻ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ് ചെയ്യുന്നതെല്ലാം നിന്റെ സന്തോഷമാണ്. അപ്പൊ എൻ്റെ വിഷയോപഭോഗം തന്നെയാണ് നിന്റെ പൂജ. ഞാൻ നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് മണക്കുക, നല്ലത് രുചിക്കുക, നല്ലത് സ്പർശിക്കുക, ഇങ്ങനെ ഞാൻ ജീവിതം ആസ്വദിക്കുമ്പോൾ അത് മുഴുവൻ നിനക്കുള്ള പൂജയാണ്. എത്ര ഉദാത്തമായ കാഴ്ചപ്പാടാണ്. നമ്മുടെ നിത്യജീവിതം തന്നെ പൂജയാക്കി മാറ്റുകയാണ്. വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഇതകത്തുള്ള ആത്മാവിനാണെന്നുള്ള ബോധമുണ്ടായാൽ ഇത് ശിവന്റെ പൂജയായി മാറി. നല്ല ജലം കുടിക്കുമ്പോൾ ശിവനുള്ളതാ, ശിവന്റെ പൂജയായി. കുളിക്കുന്ന സമയത്ത് ശിവനെ ശുദ്ധീകരിക്കുകയാ, ശിവനുള്ള പൂജയായി. നമ്മൾ കുങ്കുമം, ചന്ദനം തുടങ്ങിയത് ധരിക്കുമ്പോൾ ശിവനാണ്, ശിവന്റെ ദേഹത്തിലാണ് ഇത് ധരിക്കുന്നത്, പൂജയായി. നല്ല വസ്ത്രമെടുക്കുമ്പോൾ ശിവന്റെ ആലയമാണ് നമ്മൾ അലങ്കരിക്കുന്നത്, പൂജയായി. വ്യായാമം ചെയ്ത് ശരീരം നിലനിർത്തുന്ന സമയത്ത് ശിവന്റെ ക്ഷേത്രത്തെയാണ് നമ്മൾ ബലമായി കാത്തു സൂക്ഷിക്കുന്നത്, പൂജയായി. ഇങ്ങനെ എല്ലാത്തിനെയും പൂജയാക്കി മാറ്റുന്ന വളരെ ഉദാത്തമായ ഒരു കാഴ്ചപ്പാട് ആചാര്യസ്വാമികൾ തരികയാണ്. നമ്മൾ അകത്ത് ഭഗവാനെ ഉപാസിച്ച് ഈ കാഴ്ചപ്പാടിലേക്ക് ഉയരണം. അതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത്. തുടക്കത്തിൽ പറയാതെ പൂജയുടെ ക്രമം മുഴുവൻ 3 ശ്ലോകങ്ങളിൽ വർണ്ണിച്ച് 4ാമത്തേതിലാണ് ഇതിന്റെ തത്വം നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ആചാര്യസ്വാമികൾക്കറിയാം, പൂജിച്ചു കഴിഞ്ഞാൽ അകത്ത് നമ്മൾ വ്യക്തമായി ഇത് ഗ്രഹിക്കും. അതിനാണ് പൂജ തന്നെ. അപ്പൊ അകത്ത് ഈ തത്വം ഗ്രഹിക്കണം. നിത്യജീവിതം തന്നെ ശിവപൂജയായി മാറണം. അതിനുവേണ്ടി ആചാര്യസ്വാമികൾ പറയുകയാണ്. അപ്പൊ പൂജാതേ വിഷയോപഭോഗരചന നിദ്രാ സമാധി സ്ഥിതി. എൻ്റെ നിദ്ര നിന്റെ സമാധിയാണ്.
നമ്മൾ നടയടച്ചിരിക്കില്ലേ, ഭഗവാൻ കുറച്ചു നേരം രാത്രി വിശ്രമിക്കുന്നില്ല, അത് ഭഗവാന്റെ സമാധിയാണ്. ആ സമാധി എൻ്റെ ഉറക്കം തന്നെയാണ്. അപ്പൊ ഈ ക്ഷേത്രം അടച്ചിരിക്കുന്നത് ഞാൻ ഉറങ്ങുന്ന സമയത്താണ്. അപ്പൊ നിദ്ര സമാധി സ്ഥിതി സഞ്ചാര പദയോ, അത് മാത്രമല്ല ഭഗവാൻ സദാ സമാധി ഭാവത്തിലാണ്, തന്നിൽ തന്നെ ലയിച്ചിരിക്കുകയാണ്. അപ്പൊ എൻ്റെ ഉറക്കം, ഞാൻ ഉറങ്ങുന്ന സമയത്ത് നീയായിരിക്കുന്നു. അപ്പൊ നീ കൈലാസത്തിൽ ഏതുപോലെ സമാധിയിൽ ഇരിക്കുന്നുവോ അതെന്റെ ഉറക്ക സമയമാണ്. അപ്പൊ അതുകൊണ്ട് നിദ്രാസമാധി സ്ഥിതി. അപ്പൊ ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ നിനക്ക് ആ സമാധി ഭാവത്തെ പ്രദാനം ചെയ്തുകൊണ്ട് നിന്നെ ഉപാസിക്കുകയാണ്. സഞ്ചാര പദയോ പ്രദക്ഷിണ വിധി, കാലുകൊണ്ട് ഞാൻ സഞ്ചരിക്കുന്നത് മുഴുവൻ പ്രദക്ഷിണ വിധിയാണ്, നിനക്കുള്ള പ്രദക്ഷിണങ്ങളാണ്. ഞാൻ എങ്ങോട്ട് സഞ്ചരിച്ചാലും എന്തിനു വേണ്ടി സഞ്ചരിച്ചാലും എൻ്റെ സഞ്ചാരം മുഴുവൻ നിനക്കുള്ള പ്രദക്ഷിണമാണ്. കാരണം അകത്ത് നീയാണ് ശോഭിക്കുന്നത്, നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ക്ഷേത്രത്തിന് ചുറ്റും നമ്മൾ പ്രദക്ഷിണം വെക്കുമ്പോൾ ഭഗവാന് വേണ്ടി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നിത്യജീവിതത്തിൽ അകത്തുള്ള ഭഗവാനെ ഓർത്തുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ഓരോ നടത്തവും അതെങ്ങോട്ടാണെങ്കിലും അത് ഭഗവാനുള്ള പ്രദക്ഷിണമായി. പിന്നെ അമ്പലത്തിലൊന്നും പോകേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മൾ എവിടെ നടന്നാലും അത് ക്ഷേത്രം തന്നെയാണ്. കാരണം നമ്മൾ തന്നെ ക്ഷേത്രമായി ഭവിക്കുന്നു. സഞ്ചാര പദയോ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാഗിര. ഗിര വാക്കുകൾ, സർവാഗിര എല്ലാ വാക്കുകളും സ്തോത്രാണി, നിനക്കുള്ള സ്തോത്രങ്ങളാണ്. ഇവിടെ വ്യവഹരിക്കുന്ന സമയത്ത് ഞാൻ പലതും സംസാരിക്കുന്നുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും നല്ലതും ചീത്തതും പലതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ സംസാരം മുഴുവൻ നിന്റെ സ്തോത്രമാണ്. കാരണം പ്രപഞ്ചത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയപ്പെടുന്ന പ്രപഞ്ചം നീ തന്നെയാണ്. നീ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് നിലനിൽപ്പ്. നീ പിൻവലിഞ്ഞാൽ ഇത് അപ്രത്യക്ഷമാകും. അതുകൊണ്ട് നിന്നെക്കുറിച്ച് തന്നെയാണ് സദാ പറയുന്നത്. അപ്പൊ എൻ്റെ ഓരോ ശബ്ദവും നിന്റെ സ്തുതിയാണ്, നിന്റെ സ്തോത്രമാണ്. ഓരോ വാക്കും ഞാൻ എന്തു പറഞ്ഞാലും ആ വാക്കിന് പ്രത്യേകിച്ച് അർത്ഥമില്ലെങ്കിൽ പോലും അത് നിനക്കുള്ള സ്തുതിയാണ്. വെറുതെ ജൽപ്പിച്ചുകൊണ്ടിരുന്നാൽ, ജൽപ്പനം നടത്തിയാലും നിനക്കുള്ള സ്തുതിയാണ്. നാട്ടുവർത്തമാനം പറഞ്ഞാലും നിനക്കുള്ള സ്തുതിയാണ്. ഗംഭീരമായ വേദാന്തം പറഞ്ഞാലും നിനക്കുള്ള സ്തുതിയാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം നിനക്കുള്ള സ്തുതിയാണ്. എൻ്റെ വാക്കുകൾ മുഴുവൻ നിനക്കുള്ള സ്തുതിയാണ്. യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഇപ്രകാരം എന്തെന്ത് കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നുവോ തത്തദഖിലം അത് മുഴുവനും ശംഭോ, അല്ലയോ ശംഭോ, നിന്റെ ആരാധനമാണ്, തവാരാധനമാണ്, നിന്റെ പൂജയാണ്. മംഗളത്തെ രചിക്കുന്നവൻ ശംഭു, മംഗളത്തിൽ നിന്നും ജനിക്കുന്നവൻ ശംഭു. രണ്ടർത്ഥത്തിലും ഭഗവാനെ ലഭിക്കണമെങ്കിൽ നമ്മൾ മംഗളത്തെ വരിക്കണം. അപ്പോൾ ഉള്ള മംഗളമായ ശുദ്ധമായ ഭഗവാൻ ലഭിക്കും. ഭഗവാൻ ലഭിച്ചാൽ അകത്ത് ശുദ്ധി വരും, മംഗളം വരും. അതുകൊണ്ട് രണ്ടർത്ഥത്തിലും ശംഭുവാണ് ഭഗവാൻ. ആ ശംഭുവിനോട് പറയാണ് ഞാൻ ചെയ്യുന്നതെല്ലാം. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അത് മാത്രമല്ല, ഞാൻ ചെയ്യുന്നത് സർവവും നിനക്കുള്ള ആരാധനമാണ്, ഉപാസനയാണ്, പൂജയാണ്. ഇത് ഞാൻ ഗ്രഹിക്കുന്നു. അപ്പൊ അകത്ത് ഞാൻ ഉപാസിച്ച് ഞാൻ മനസ്സിലാക്കുകയാണ് നീ അകത്ത് തന്നെയായിരുന്നു എല്ലാ കാലത്തും. അപ്പൊ പുറമേ നിന്ന് കൊണ്ടുവന്ന് നമ്മളൊരു രൂപമൊക്കെ കൽപ്പിച്ച് ആ രൂപത്തിനെ ഇരുത്തി കുളിപ്പിച്ച് വസ്ത്രമുടിപ്പിച്ച് പല രീതിയിൽ സുഖിപ്പിച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഉപാസനയോട് കൂടി ആ വ്യക്തിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, മഹാദേവനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്തടുത്തടുത്ത് ഭഗവാനോട് ഏറ്റവും അടുത്തെത്തുമ്പോൾ നമ്മൾ ഭഗവാനെ കൂടുതൽ അറിയുകയാണ്. അങ്ങനെ മനസ്സിലാക്കുന്നു, ഈശ്വര നീ ഇവിടെ തന്നെയായിരുന്നു എന്ന്. നീ ആത്മാവ് തന്നെയായിരുന്നു, ഗിരിജ മനസ്സ് തന്നെയായിരുന്നു, പ്രാണങ്ങൾ സേവകര് തന്നെയായിരുന്നു. ഇതെല്ലാം നിന്റെ ആലയമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മൾ വിളിച്ചു വരുത്തിയത് പോലും വാസ്തവത്തിൽ ഒരു തോന്നലാണ്. കാരണം എവിടെ നിന്ന് വരാൻ, ഭഗവാൻ അകത്ത് തന്നെയാണ്. അപ്പൊ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അകത്തുള്ള ചൈതന്യത്തെയാണ് നമ്മൾ കണ്ടതെന്ന് നമ്മൾ അപ്പോൾ തിരിച്ചറിയും. ശരിക്കും പൂജയിലൂടെ ഇത്രയും ഉയർന്ന തലത്തിലേക്ക് നമ്മൾ എത്തണം. അതിനു വേണ്ടിയാണ് പൂജ. പൂജ കുറേ വർഷം നടത്തിയിട്ടും നമുക്ക് അകത്ത് അനുഭവം ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പൂജയിൽ ഭാവശുദ്ധി ഇല്ല എന്ന് ഉറപ്പിക്കാം. കാരണം ക്രിയ ചെയ്യുമ്പോൾ കർമ്മഠന്മാരായി തീരും പലരും. ആ ക്രിയയുടെ വ്യക്തത കൂടുതൽ കൂടുതൽ നോക്കി അതിൻ്റെ ചിട്ടയിൽ കൂടുതൽ നോക്കി പെട്ടുപോകും. വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സർവസ്വത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം ഏതോ ഒരു സന്ദർഭത്തിൽ പറയുന്ന ഒരു കാര്യം, തിരിയുടെ എണ്ണം നോക്കുന്നതിൽ ശ്രദ്ധ കൂടിയ സമയത്താണ് ഹിന്ദുക്കൾക്ക് അപജയം സംഭവിച്ചതെന്ന്. ഹിന്ദു ധർമ്മം ക്ഷയിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണെന്ന്. കാരണം എത്ര തിരിയിടണം, എങ്ങോട്ടിടണം, ഇങ്ങനെ ക്രിയകളിലായി കൂടുതൽ ശ്രദ്ധ. ഭാവം നഷ്ടപ്പെട്ട് ക്രിയ ഉണ്ടായതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. പുറത്തു ചെയ്യുന്നുണ്ട്, അകത്ത് ഒരു ഭാവവുമില്ല, അതുകൊണ്ട് ഒരു അനുഭവവുമില്ല, ഒരു പരിണാമവുമില്ല. അപ്പൊ അത് വൃഥാവിലുള്ള പ്രവൃത്തിയായി. അങ്ങനെയാവരുത്. സനാതന ധർമ്മം എപ്പോഴും ഭാവത്തിനാണ് പ്രസക്തി കൽപ്പിച്ചിട്ടുള്ളത്. ഭാവഗ്രാഹി ജനാർദ്ദന എന്നിടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്.
ഭഗവാന് ഭാവമാണ് പ്രധാനം. അപ്പോൾ ഭാവത്തിൽ ഊന്നണം. അതല്ലാതെ ബാഹ്യമായ ക്രിയകൾ നമ്മളിങ്ങനെ ചെയ്ത് 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 നമുക്കൊരു അനുഭവവും ഇല്ലെങ്കിൽ അത് വെറും വൃഥ ഉള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഒരു നേട്ടവും ആർക്കുമില്ല. ഭഗവാൻ എന്തായാലും അതുകൊണ്ടൊന്നും കിട്ടുന്നില്ല, നമുക്കും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഭാവത്തിനാണ് പ്രസക്തി. അപ്പൊ അകത്ത് പൂജിക്കുമ്പോൾ ഈ ഭാവം കൂടുതലായിരിക്കും, പുറത്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം പുറത്തൊരു പൂവ് എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ പൂവ് വ്യക്തമായിട്ട് കാണാൻ കൊടുത്തു. അകത്ത് നമ്മൾ അതേ പൂവ് കൊടുക്കണമെങ്കിൽ നമുക്ക് അത്രയും ശ്രദ്ധയുണ്ടാവണം. പൂവ് വ്യക്തമായി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റണം, അതിൻ്റെ ഓരോ ഇതളും കാണാൻ പറ്റണം, അതിൻ്റെ സുഗന്ധം അനുഭവിക്കാൻ പറ്റണം. ഇതൊക്കെ നമ്മുടെ സങ്കല്പം കൊണ്ട് ചെയ്യണം. അപ്പൊ അത്രയും ശ്രദ്ധയുണ്ടെങ്കിലേ ആ പൂവ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അകത്തെ ഉപാസനയ്ക്ക് പുറത്തതിനേക്കാൾ ശ്രേഷ്ഠത കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ അതിനായിട്ട് ഇവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ അകത്ത് ഉപാസിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ കൊണ്ടുവന്നു ഇരുത്തി പൂജിച്ചു. അപ്പോൾ നമ്മൾ ആ പൂജയിലൂടെ ഭഗവാനോട് അടുക്കും തോറും അറിയും ഗിരിജ എന്ന് പറയുന്നത് മനസ്സും ഗിരിജാപതി എന്ന് പറയുന്നത് ആത്മാവുമാണ്. ആ അറിവിലേക്ക് നമ്മൾ ഉയരണം. അതാണ് പൂജയുടെ ലക്ഷ്യം. അപ്പൊ ഈ മാനസ പൂജ നടത്തുന്നതിലൂടെ നമുക്ക് ആ ഉയരത്തിലേക്ക് എത്താൻ പറ്റണം. ശിവനെ പൂജിച്ചുകൊണ്ട് നമ്മൾ ശിവനായി ഭവിക്കണം. ആത്മാത്വം ഗിരിജാമതി സഹചരാ പ്രാണാ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രാ സമാധിസ്ഥിതി സഞ്ചാര പദയോ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാ ഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഇനി 5-ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകമാണ്. നമ്മൾ ഭഗവാനെ കൊണ്ടുവന്നു, പൂജിച്ചു ഭഗവാനെ അനുഭവിച്ചു, ഭഗവാന്റെ തത്വം ഗ്രഹിച്ചു, നമ്മൾ തന്നെ ശിവനായി ഭവിച്ചു. ആ ഭാവത്തിലേക്ക് നമ്മൾ ഉയരുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല അബദ്ധങ്ങളും ചെയ്തിട്ടുണ്ടാവും. ഭഗവാൻ അകത്തുണ്ടെന്നുള്ള ബോധം നമുക്ക് കിട്ടാത്തത് കൊണ്ട്, ആ ഒരു ധാരണയില്ലാത്തത് കൊണ്ട് നമ്മൾ പലതും ചെയ്തിട്ടുണ്ടാവും. ദോഷപ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവാം, അറിയാതിരുന്നിട്ടുണ്ടാവാം. കാരണം ഭഗവത് അനുഭൂതി അന്നൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അത്തരം ദോഷങ്ങൾക്കൊക്കെയുള്ള ഒരു ക്ഷമാപണമാണ് ഇനി നമ്മൾ 5-ാമതായിട്ട് നടത്തുന്നത്. കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതം അവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഇതാണ് 5-ാമത്തെ ശ്ലോകം. കരചരണകൃതം, കയ്യുകൊണ്ടും കാലുകൊണ്ടും രചിക്കപ്പെട്ടിട്ടുള്ളത്. വാക് കായജം, വാക്കുകൊണ്ടും കായത്തിൽ നിന്നും, അതായത് ശരീരത്തിൽ നിന്നും ജനിച്ചിട്ടുള്ളത്. ശരീരത്തിലുള്ള എല്ലാ അംഗങ്ങളും, എനിക്ക് എന്തെല്ലാം കരണങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ ചെയ്തിട്ടുള്ള കർമ്മജം, കർമ്മത്തിൽ നിന്നും ജനിച്ചിട്ടുള്ള. ശ്രവണ നയനജം, കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നും ശ്രവണം, നയനം കണ്ണിൽ നിന്നും ഒക്കെ ജനിച്ചിട്ടുള്ള. മാനസം, മനസ്സിൽ നിന്നും ജനിച്ചിട്ടുള്ള, അതായത് ശരീരത്തിൽ നിന്നും ജനിച്ചിട്ടുള്ള. പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും ജനിച്ചിട്ടുള്ള, പഞ്ച കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും ജനിച്ചിട്ടുള്ള, മനസ്സിൽ നിന്നും അതുപോലെ ബുദ്ധി, അങ്ങനെ അകത്തുള്ളതിൽ നിന്നും ജനിച്ചിട്ടുള്ള എല്ലാ അപരാധങ്ങളെയും വിഹിതം അവിഹിതം, ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ടാവും, അത് ദോഷമായിട്ടുണ്ടാവാം. അത് ആ സമയത്ത് ചെയ്യേണ്ടതാണ്, പക്ഷെ അത് അപരാധമായിരുന്നു, ചെയ്തു പോയി. ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് അറിഞ്ഞിട്ടും ചെയ്തു പോയി, അപ്പൊ അവിഹിതം. ഇനി ചെയ്യേണ്ടതാണെന്ന് തോന്നി ചെയ്തു, പക്ഷെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, അപ്പൊ അവിഹിതമായിരുന്നു, പക്ഷെ വിഹിതം എന്ന് കരുതി ചെയ്തു. ഇങ്ങനെയെല്ലാമുള്ള അപരാധം വിഹിതം അവിഹിതം വാ സർവമേതത് ക്ഷമസ്വ, ഇതെല്ലാം അങ്ങ് ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ ദാസനാണ്, ഭക്തനാണ്. അപ്പൊ ഇത്രയും കാലം ഞാൻ കാട്ടിക്കൂട്ടിയിട്ടുള്ളതെല്ലാം എൻ്റെ അജ്ഞാനം കൊണ്ടാണെന്ന് മനസ്സിലാക്കി അങ്ങയോട് ഭക്തി എനിക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ ഉപാസന ആരംഭിച്ചിട്ടുണ്ട്. ഉപാസന ആരംഭിച്ചത് കൊണ്ട് അകത്ത് ഞാൻ അങ്ങയെ കാണാൻ ശ്രമിക്കുകയാണ്. അങ്ങ് ആത്മാവാണ്, ഗിരിജ മനസ്സാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപാസിക്കുകയാണ്. ആ ഉപാസനയിലൂടെ ഉയർച്ചയുണ്ടായി ക്രമേണ ഞാൻ അങ്ങയെ ലയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുവരയ്ക്കും എനിക്ക് സാധന തുടർന്നു പോകാൻ അങ്ങയുടെ കൃപ ആവശ്യമാണ്. അതുകൊണ്ട് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള അപരാധങ്ങളെല്ലാം ക്ഷമിച്ചു കൊള്ളുക. അങ്ങ് ക്ഷമിച്ചാൽ പിന്നെ അതിൻ്റെ ദോഷം എനിക്ക് തട്ടില്ല. അങ്ങയുടെ ക്ഷമയുണ്ടായാൽ ഉറപ്പായും എനിക്ക് രക്ഷണം ലഭിക്കും. അതിനുവേണ്ടി ഞാൻ ക്ഷമയെ യാചിക്കുന്നു. ജയ ജയ കരുണാബ്ധേ, കരുണാസാഗരമായിരിക്കുന്നവനെ, അങ്ങയ്ക്ക് അത്രയും കരുണയുണ്ട്, കാരുണ്യമുണ്ട്, ദയയുണ്ടെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് അങ്ങയെ വിളിക്കുന്നത്. പശുത്വമായിരുന്നു എന്നിൽ, അതുകൊണ്ട് പല ദോഷങ്ങളും ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട്. പശുപതിയായ അങ്ങ് അതെല്ലാം ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. അത്രയും കരുണ അങ്ങയുടെ ഹൃദയത്തിലുണ്ട്. കരുണയുടെ ഒരു കടലാണ്, ഒരിക്കലും വറ്റാത്ത കടലാണ് ഭഗവാൻ മഹാദേവൻ.
അതുകൊണ്ട് കരുണാബ്ധേ ജയ ജയ, അങ്ങ് വീണ്ടും വീണ്ടും ജയിച്ചാലും സദാ എൻ്റെ ഉള്ളിൽ ശോഭിച്ചാലും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്തുതിക്കുകയാണ്. ശ്രീ മഹാദേവ. ദാനം കൊടുക്കുന്നവർ ദേവന്മാർ, അവർക്ക് പോലും ദാനം കൊടുക്കുന്നവൻ മഹാദേവൻ, ദേവാദിദേവൻ, എല്ലാവർക്കും ഉപരിയിരിക്കുന്നവൻ, ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നവൻ. ഇങ്ങനെ എല്ലാം അർത്ഥത്തിലുള്ള മഹാദേവ, കരുണാബ്ധേ ശംഭോ, മംഗളമായത് ചെയ്യുന്നവൻ, മംഗളത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നവൻ, ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന അങ്ങ് വീണ്ടും വീണ്ടും ജയിക്കട്ടെ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഐശ്വര്യനിധിയാണ് അങ്ങ്, അതുകൊണ്ടാണ് ശ്രീ എന്ന സംബോധന കൂടി വന്നിട്ടുള്ളത്. ശ്രീ മഹാദേവ എന്നാണ് വിളിക്കുന്നത്. കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഇത് ശ്രീമത് ശങ്കരാചാര്യകൃതം ശ്രീ ശിവമാനസ പൂജാ സ്തോത്രം. ഇത് ശ്രീമത് ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ള ശിവമാനസ പൂജാ സ്തോത്രമാണ്. അതിവിടെ സമ്പൂർണ്ണമാകുന്നു. ഓം തത്സത്. ഇവിടെ നമ്മൾ ഭഗവാനെ കൊണ്ടുവന്നു, നമ്മുടെ അകത്ത് പ്രതിഷ്ഠിച്ചു, ഭഗവാനെ ഉപാസിച്ചു. ഇത് രണ്ട് രീതിയിൽ നമുക്ക് സമീപിക്കാം. ഭഗവാനെ കൊണ്ടുവന്നതായിട്ടും ഭഗവാനെ തിരിച്ചയക്കുന്നതായിട്ടും നമുക്ക് സമീപിക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും ആദ്യം ഭഗവാന്റെ വരവ് സങ്കല്പിക്കണം, പിന്നീട് ഭഗവാനെ പ്രതിഷ്ഠിച്ച് ഈ പറഞ്ഞ പൂജകളെല്ലാം സങ്കല്പിക്കണം. എല്ലാം കഴിഞ്ഞ് അങ്ങ് ഇവിടെ വന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഇനി അങ്ങയുടെ ഭാവത്തിൽ തന്നെ അങ്ങയുടെ സ്വധാമത്തിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്തേക്ക് ആനയിച്ച് അദ്ദേഹത്തെ പറഞ്ഞയക്കണം. അദ്ദേഹം അപ്രത്യക്ഷമാവുന്നതായി കണ്ടുകൊണ്ട് ധന്യനായി ഭവിച്ചു എന്ന് സങ്കല്പിക്കണം. അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ കൊണ്ടുവന്ന് സദാ അങ്ങന്റെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നു എന്ന രീതിയിൽ അവിടെ സ്ഥിരപ്രതിഷ്ഠയാക്കാം. ശരീരം ഒരു അമ്പലമാണെന്നുള്ള ഭാവത്തിലേക്ക് നമ്മൾ ക്രമേണ ഉയരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അങ്ങ് സ്ഥിരം വസിക്കുന്നു എന്ന ഭാവത്തിൽ നിത്യവും അങ്ങ് അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാ ദിവസവും വരുത്തേണ്ട ആവശ്യമില്ല, എല്ലാ ദിവസവും അകത്ത് പൂജ ചെയ്യാം. രണ്ട് രീതിയിലും നമുക്ക് ഉപാസിക്കാം. പക്ഷെ ആ ഉപാസന ക്രമേണ നമ്മളെ ഉയർത്തണം. എങ്ങോട്ട്? ആത്മാവ് തന്നെയാണ് ശിവൻ. ഈ ഞാൻ എന്ന് പറയപ്പെടുന്നവൻ ശിവൻ തന്നെയാണ്. അപ്പൊ ഉപാസകനും ഉപാസനാമൂർത്തിയും ഒന്നാണെന്നുള്ള അദ്വൈത ബോധത്തിലേക്ക് നമ്മൾ ഉയരണം. അപ്പൊ നമ്മുടെ ഭാവം അത്രയും പരിശുദ്ധമായി കൊണ്ടിരിക്കണം. നമ്മൾ സാധന ചെയ്യുമ്പോൾ നിരീക്ഷിക്കണം, ഇന്നലത്തേക്കാൾ പുരോഗതി ഇന്നുണ്ടോ, ഇന്നത്തേക്കാൾ നാളെ ഉണ്ടാവണ്ടേ. ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളു ശുദ്ധമാകുന്നത് നമ്മൾ അറിയണം. എത്ര ശുദ്ധി അകത്ത് വരുന്നുവോ അത്രയും അനുഭൂതി സിദ്ധമാകും. ഭഗവാനെ അത്രയും വ്യക്തമായി അറിയാൻ പറ്റും. അങ്ങനെ ഭഗവാനോട് അടുത്തടുത്തടുത്ത് ഭഗവാനും ഞാനും ഒന്നെന്നുള്ള പൂർണ്ണതയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. അപ്പോഴാണ് ശിവൻ ആത്മാവും ഗിരിജ മനസ്സുമാണെന്നുള്ള ബോധം നമുക്ക് സിദ്ധിക്കുക. അത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കും. അതാണ് ജീവിതത്തിന്റെ പാരമ്യം. അവിടെയാണ് നമ്മൾ പൂർണ്ണരാകുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു സ്തോത്രം ആചാര്യസ്വാമികൾ ഇവിടെ നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ കരുണ കൊണ്ട്. കാരണം ഉപാസന നടത്താൻ പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ പലർക്കും പറ്റില്ല. ഇപ്പൊ ഇന്നൊക്കെ ആണെങ്കിൽ മഹാക്ഷേത്രങ്ങളിലൊന്നും അടുത്തേക്ക് എത്താൻ നമുക്ക് സാധിക്കില്ല, വളരെ തിരക്കാണ്, എല്ലാവരും ഓടിച്ചാടി വരികയാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ ഉപാസന നടത്തണമെന്നുണ്ട്, പറ്റുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവർക്ക് ഒരു പർട്ടിക്കുലർ മൂർത്തിയോട് നല്ല ആരാധനയുണ്ട്, അവിടെ പോയി ഉപാസന നടത്തണമെന്നാണ്. പക്ഷെ സാധിക്കുന്നില്ല. തിരക്ക് കൊണ്ടാവാം, സമയക്കുറവ് കൊണ്ടാവാം, ശരീരത്തിന്റെ സ്വാസ്ഥ്യക്കുറവ് കൊണ്ടാവാം, പല രീതിയിൽ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് ആ ക്ഷേത്രത്തെ തന്നെ അവരുടെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ആ മൂർത്തിയെ അവർക്ക് അവിടെ ഉപാസിക്കാം. ഇവിടെ നമ്മൾ ഭഗവാനെ പൂർണ്ണതയിൽ കൊണ്ടുവന്ന് ഉപാസിക്കുകയാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാവത്തിൽ, ഇപ്പൊ ശിവൻ എന്ന് തന്നെ വേണ്ട, നാരായണനെ, ദേവിയെ, മുരുകനെ, അയ്യപ്പനെ, ഗണപതിയെ, ആരെ വേണമെങ്കിലും നമുക്ക് ഉപാസിക്കാം. ശാസ്താവിനെ, സൂര്യനെ, ചന്ദ്രനെ, നമുക്കിഷ്ടമുള്ള ഏത് ഭാവത്തെയും നമുക്ക് ഈ രീതിയിൽ ഉപാസിക്കാം. അപ്പൊ ഏതെങ്കിലും ക്ഷേത്ര ദേവതയാണെങ്കിൽ ആ ഭാവത്തെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് അതേപോലത്തെ ഒരു മാതൃക ഉണ്ടാക്കി നമുക്ക് അതേ രീതിയിൽ ഉപാസന നടത്താം. അവിടുത്തെ ചിട്ടകളൊക്കെ മനസ്സിലാക്കി അതേപോലെ നടത്താം. അതല്ലെങ്കിൽ നമ്മുടേതായ ഒരു സങ്കല്പം ഉണ്ടാക്കി നമ്മുടേതായ രീതിയിൽ ഉപാസന നടത്താം. ഇതിൽ പറഞ്ഞ സാധനങ്ങൾ തന്നെ കൊടുത്തു വേണം ഉപാസന എന്ന് പോലും ഇല്ല, നമുക്ക് നമ്മുടേതായ സാധനങ്ങൾ കൊടുക്കാം. അപ്പൊ മഹാദേവനെ തന്നെ രാജകീയമായി ഇരുത്തി ആ ഭാവത്തിൽ തന്നെ അദ്ദേഹത്തിനെ കാണണമെന്നില്ല, മറ്റു ഭാവങ്ങളിൽ കാണാം, യോഗേശ്വര ഭാവത്തിൽ കാണാം. അപ്പൊ ഏത് ഭാവത്തിൽ കാണാൻ ഭക്തൻ ആഗ്രഹിക്കുന്നുവോ ആ ഭാവത്തിൽ ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാനെ ഇരുത്തി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെല്ലാം കൊടുക്കാം. അപ്പൊ കുടിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കാം, കഴിക്കാൻ കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, പൂക്കൾ കൊടുക്കാം. അങ്ങനെ നമ്മുടേതായ രീതിയിൽ ഉപാസിച്ച് ഭഗവാനോട് അടുത്തടുത്ത് നമുക്ക് അദ്വൈതമായ ബോധമുണ്ടാവണം. അപ്പൊ നമ്മുടെ വീട്ടിൽ
നമ്മുടെ സൗകര്യത്തിൽ തന്നെ നമുക്ക് ഉപാസിക്കാം. ഇങ്ങനെ ഉപാസന നടത്തുന്ന സമയത്ത് ആരും ശല്യം ചെയ്യാനുണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം നോക്കണം. കാരണം ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ ഉപാസന തെറ്റും. അപ്പം ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ശുദ്ധമായിക്കൊണ്ട് നമഃശിവായ ജപിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തി നമുക്ക് ഉപാസന നടത്താം. ഉപാസന നടത്തുമ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യവും ഓർക്കണം. ആത്മാവാണ് ശിവൻ, അതെപ്പോഴും ഓർക്കണം. അത് ഏത് മൂർത്തിയെ ഉപാസിക്കുകയാണെങ്കിലും, ഇപ്പോൾ നാരായണനെ ആണെങ്കിലും ആത്മാവാണത്, ഗണപതി ആണെങ്കിൽ ആത്മാവാണ്, മുരുകനാണെങ്കിൽ ആത്മാവാണ്, ഭഗവതി ആണെങ്കിൽ ആത്മാവാണ്. ഇത് നമുക്കറിയണം. നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുന്നതായതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ നമ്മൾ അകത്ത് തന്നെ ഉപാസിക്കുന്നത്. അപ്പൊ ആ ബോധത്തോടു കൂടി നമുക്കത് അനുഭവമായിട്ടില്ലെങ്കിലും ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മഹാപുരുഷനാണ്, അദ്ദേഹത്തിന്റെ വാക്ക് പ്രാമാണികമാണെന്ന് ധരിച്ചുകൊണ്ട് അത് സ്വീകരിച്ച് ആ ശുദ്ധിയോടുകൂടി നമ്മൾ ആചരിക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് പ്രത്യക്ഷമായ അനുഭൂതിയായിട്ട് മാറും. അപ്പൊ നമ്മൾ പുറമേ ചെയ്യുന്ന ഏത് ക്രിയയെക്കാളും കൂടുതൽ ശ്രേഷ്ഠത നമുക്ക് ഇതിലൂടെ ലഭിക്കും. അപ്പൊ മഹാദേവൻ നമ്മുടെ ഹൃദയത്തിൽ ആത്മാവായിട്ട് ശോഭിക്കുന്നതായി എല്ലാവരും സങ്കല്പിക്കുക. ആദ്യം ഒരു രൂപത്തിൽ കൊണ്ടുവന്നു, പല അലങ്കാരങ്ങളും കൊടുത്തു, പൂജിച്ച് ഞാൻ തന്നെയായി ഭവിക്കുന്ന ഭാവത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഉപാസനയുടെ ഏറ്റവും ഉയർന്ന തലം. അപ്പം ആ തലത്തിൽ തന്നെ നമുക്ക് ഈ ഉപാസനയെ ഉപസംഹരിക്കാം. ഭഗവാനും ഞാനും ഒന്നായി ഭവിച്ചുകൊണ്ട് പരമാനന്ദമഗ്നനായി സാധകനിരിക്കുന്ന ആ ഭാവം സങ്കല്പിച്ചുകൊണ്ട് ഉപാസന പൂർത്തിയായി എന്ന ഭാവത്തിൽ ഇതൊരു ചെറിയ അവസരമായിരുന്നു. എല്ലാവരും കുറച്ചു നേരം മഹാദേവനെ ഇങ്ങനെ ഉപാസിച്ചു എന്ന് ധരിക്കുന്നു. അപ്പം ഇതിനുള്ളൊരു ഭാഗ്യം നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള ആ മഹാദേവന്റെ കാരുണ്യത്തിനു മുമ്പിൽ ആ ശിവശക്തി തൃപ്പാദങ്ങളിൽ ഈ ഒരു പ്രഭാഷണത്തെ സമർപ്പിക്കുന്നു. ഭഗവാൻ ഇതിലൂടെ സംപ്രീതനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവതിയും സംപ്രീതയാകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാനുള്ള വഴിയായി ഈ സ്തോത്രവും ഇതിൽ പറഞ്ഞിട്ടുള്ള മാർഗവും ഭവിക്കട്ടെ. ഇപ്പം സ്തോത്രം ചൊല്ലിയില്ലെങ്കിൽ പോലും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഗ്രഹിച്ചുകൊണ്ട് ആ സങ്കല്പത്തിൽ നമുക്ക് അകത്ത് ഉപാസിക്കാൻ പറ്റിയാലും മതി. സ്തോത്രം 1-2 തവണ കേട്ട് അത് മനസ്സിലാക്കി നമ്മൾക്കകത്ത് അതൊരു മാർഗനിർദ്ദേശമായി എടുത്ത് രൂപരേഖയായി എടുത്ത് നമ്മുടേതായ ഭാവം കൊണ്ട് അതിനെ പുഷ്ടിപ്പിക്കണം. അതിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യണമെന്നല്ല, നമുക്ക് നമ്മുടേതായ സങ്കല്പങ്ങൾ കൊണ്ടുവരാം. ഭഗവാന് നമുക്ക് ഇഷ്ടമുള്ളതാണല്ലോ കൊടുക്കേണ്ടത്, അപ്പം നമ്മുടേതായ രീതിയിൽ കൊടുക്കാം. പുതിയ ഒരു രൂപം തന്നെ ഉണ്ടാക്കി ആരാധിക്കുക വരെ ചെയ്യാം. അത് സനാതന ധർമ്മം നൽകുന്ന സ്വാതന്ത്ര്യമാണ്. വേറെ എവിടെയും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കാണില്ല. ഉപാസനയ്ക്ക് ഏത് രൂപവും സ്വീകരിക്കാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്നാണ് ഇതിൻ്റെ അടിത്തറ. സത്ത് ഒന്നേ ഉള്ളൂ. അറിവുള്ളവർ പല പ്രകാരത്തിൽ അത് വർണ്ണിക്കുന്നു. വർണ്ണിക്കുന്നതിൽ ഭേദം കാണാം, വസ്തുവിന് ഭേദമില്ല, ഒന്നേ ഉള്ളൂ. ഏകം ഏവാദ്വിതീയം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ശിവനെ ഉപാസിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങൾ ഏത് മൂർത്തിയുടെ ആരാധകരാണോ ഉപാസകരാണോ ആ മൂർത്തിയെ ഈ വിധം ഉപാസിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിൽ നിങ്ങൾക്ക് ഉയരാൻ പറ്റട്ടെ. നിങ്ങളുടെ അകത്തുള്ള ആത്മബോധം തന്നെയാണ് ആ മൂർത്തി എന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്മയീഭവിച്ചുകൊണ്ട് ആ ഏകത്വത്തിൻ്റെ ആനന്ദം നിങ്ങൾക്ക് നുകരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വ്യാഖ്യാനത്തെ, ഈ ഒരു ധ്യാനത്തെ, ഈ ഒരു പൂജയെ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. മഹാദേവനും മഹാദേവിക്കും സാഷ്ടാംഗ പ്രണാമം. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ. ഹരി ഓം.